ഹലോ പഞ്ചാര മുഞ്ചാരകളെ മുഞ്ചന്മാരെ മൊഞ്ചത്തുകളെ എൻ്റെ തക്കുടുകളെ നല്ല പനിയ മക്കളെ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമുണ്ട്. ഏതറിയോ? ഹോർമോണുകളുടെ ഭാഗം. കുട്ടികൾ പൊതുവെ കൺഫ്യൂഷൻ പറഞ്ഞാണ്, കുറെ കാണാതെ പഠിക്കണം. 5 ഹോർമോൺ ഉണ്ട്, അതിന്റെ ഫങ്ഷൻസും പഠിച്ചു വെക്കണം. ഹോർമോണിന്റെ ഫങ്ഷൻസ് മാത്രമല്ല ഇമ്പോർട്ടന്റ്, അത് എന്തിന്റെ ഡെറിവേറ്റീവ് ആണ്, അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരാരൊക്കെ, അവരൊക്കെ പേര് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് വേഗം ആ ഭാഗം ഒന്ന് പഠിച്ചു നോക്കാം. എല്ലാവരും കൂടെ ഉണ്ടായിരിക്കണം. അവസാനം ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന്റെ ഉത്തരം കമന്റ് ചെയ്തിട്ടും കൂടെ വേണം ഈ വീഡിയോ കണ്ട് മടക്കി വെക്കാൻ. ഇപ്പൊ തന്നെ പഠിച്ചു നോക്കും മക്കളെ. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, പ്ലാന്റിന്റെ ഗ്രോത്തിനെ റെഗുലേറ്റ് ചെയ്യുന്ന, പ്ലാന്റിന്റെ ഗ്രോത്തിനെ സഹായിക്കുന്ന ആരോ, അവരാണ് ആര്? പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. അത് സത്യത്തിൽ ആരാന്നറിയാമോ? പ്ലാന്റിന്റെ ഉള്ളിലെ ഹോർമോണുകളാ. പ്ലാന്റിന്റെ ഉള്ളിലെ ഹോർമോണുകളാ പ്ലാന്റിന്റെ ഗ്രോത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. 5 ഹോർമോണുകൾ ഉണ്ട്. ഏതൊക്കെയാ? ഓക്സിൻ ഉണ്ട് സാറേ, ഗിബർലിക് ആസിഡ് ഉണ്ട്, സൈറ്റോകൈനിൻ, അബ്സിസിക് ആസിഡ്, എഥിലീൻ. 5 ഹോർമോൺ പഠിച്ചു വെക്കണം. അബ്സിസിക് ആസിഡിന്റെ വേറൊരു പേരാണ് സ്ട്രെസ് ഹോർമോൺ. എഥിലീന്റെ വേറൊരു പേരാണ് ഗ്യാസ് ഹോർമോൺ. ഗ്യാസ് അവസ്ഥയിലെ കാണാം. ഇതൊക്കെ ലിക്വിഡ് ആയിട്ട് കാണാം, എഥിലീൻ മാത്രം ഗ്യാസ് ആയിട്ട് കാണാം. സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കുന്നത് അബ്സിസിക് ആസിഡ്, ഗ്യാസ് ഹോർമോൺ എന്ന് വിളിക്കുന്ന ആരെയാ? എഥിലീനാ സാറേ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 5 ഹോർമോൺ ഉണ്ടല്ലോ. ഈ 5 ഹോർമോണുകളെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ഏത്? പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. ഇവരാണ് പ്ലാന്റിന്റെ ഗ്രോത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നവര്. അതുകൊണ്ട് ഇവരെ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, PGR എന്നൊക്കെ വിളിക്കുക. ഇനി 5 ഹോർമോണും എന്തിൽ നിന്നാണ് ഉണ്ടാക്കിയെടുത്തത്? ഓക്സിൻ ഉണ്ടാക്കിയെടുത്തത് ഇൻഡോൾ എന്ന് പറയുന്ന കെമിക്കലിൽ നിന്നാ. ഇൻഡോളിന്റെ ഡെറിവേറ്റീവാ. ഇൻഡോളിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ് മക്കളെ ആര്? ഓക്സിൻ എന്ന് പറഞ്ഞാൽ. പനിയായോണ്ട് തന്നെ കുറച്ച് സൗണ്ട് കുറവായിരിക്കും കേട്ടോ. ടെർപ്പീൻ എന്ന് പറഞ്ഞ കെമിക്കൽ ഉണ്ട്. ടെർപ്പീൻ എന്ന് പറഞ്ഞ കെമിക്കലിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ് ആര് സാറേ? ഗിബർലിക് ആസിഡ്. അഡനിൻ എന്ന് പറയുന്ന കെമിക്കൽ ഉണ്ട്. അഡനിൻ എന്ന് പറയുന്ന കെമിക്കലിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ് ആരെ? സൈറ്റോകൈനിനെ. കരോട്ടിനോയിഡ് പിഗ്മെന്റ്സ് കേട്ടിട്ടുണ്ടോ? ആ പിഗ്മെന്റുകളിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ് ആരെ? അബ്സിസിക് ആസിഡിനെ. എഥിലീൻ എന്തിൽ നിന്നാണ് ഉണ്ടാക്കിയെടുത്തത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പറയുന്നില്ല. പകരം നിങ്ങൾ എന്തോർത്ത് വെക്കുക? എഥിലീൻ ഒരു ഗ്യാസ് ഹോർമോൺ ആണ്. അത് എന്തിൽ നിന്നാണ് ഉണ്ടാക്കിയെടുത്തത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പറയുന്നില്ല, നമുക്ക് പഠിക്കണ്ട. ഓക്സിൻ കണ്ടുപിടിച്ചത് ആരാ? ചാൾസ് ഡാർവിനും മൂപ്പറുടെ മകന്റെ പേരാ ഫ്രാൻസിസ് ഡാർവിനും. അച്ഛനും മകനും കൂടെ ഒരു പണിയില്ലാത്തപ്പോ കണ്ടുപിടിച്ചതാണ് ഏത്? ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോണിനെ. ഈ കുറോസാവ കണ്ടുപിടിച്ചതാണ് ആരെ? ഗിബർലിക് ആസിഡിനെ. സ്കൂഗും മില്ലറും കണ്ടുപിടിച്ചതാണ് ആരെ? സൈറ്റോകൈനിനെ. അബ്സിസിക് ആസിഡ് കണ്ടുപിടിച്ച സയന്റിസ്റ്റുകളുടെ പേര് പഠിക്കാനില്ല. 3 സയന്റിസ്റ്റുകളാണ് അബ്സിസിക് ആസിഡ് കണ്ടുപിടിക്കാൻ സഹായിച്ചത്. 3 പേരുണ്ടെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഒന്നാമത്തെ ആള് അബ്സിസിക് ആസിഡിനെ വിളിച്ച പേരെന്താ? അബ്സിക്ഷൻ 2 എന്നാ വിളിച്ചേ. രണ്ടാമത്തെ സയന്റിസ്റ്റ് വിളിച്ച പേരോ ഇൻഹിബിറ്റർ B എന്നാ വിളിച്ചേ. മൂന്നാമത്തെ സയന്റിസ്റ്റ് അബ്സിസിക് ആസിഡിനെ വിളിച്ച പേരെന്താ? ഡോർമിൻ എന്നാ. 3 സയന്റിസ്റ്റുകളെ 3 സ്ഥലത്തുള്ള സയന്റിസ്റ്റ് കേട്ടോ. 3 കൂടെ ഒരുമിച്ച് ചേർന്ന് കണ്ടുപിടിച്ചു എന്നല്ല. 3 പേര് 3 രാജ്യങ്ങളിലുള്ളവരാ. 3 പേരും കൂടെ 3 സ്ഥലത്തിരുന്നിട്ട് അവർ 3 സാധനങ്ങൾ കണ്ടുപിടിച്ചു. ഒന്നാമത്തെ സാധനത്തെ ഇൻഹിബിറ്റർ B എന്ന് വിളിച്ചു, രണ്ടാമത്തെ അബ്സിക്ഷൻ 2 എന്ന് വിളിച്ചു, മൂന്നാമത്തെ ഡോർമൻ എന്ന് വിളിച്ചു. 3 സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ച സാധനം പിന്നീട് മനസ്സിലായി 3ഉം ഒറ്റ സാധനമാ. ആ 3 കൂടെ നമ്മൾ ഒറ്റ പേര് കൊടുത്തു. എന്താ? അബ്സിസിക് ആസിഡാ. 3 സയന്റിസ്റ്റുകൾ അവർ കണ്ടുപിടിച്ചപ്പോ 3 പേര് കൊടുത്തു എന്നേ ഉള്ളൂ. പിന്നീട് മനസ്സിലായി അത് ഒറ്റ സാധനമാണ്. അത് ഏതാ? അബ്സിസിക് ആസിഡാ. എഥിലീൻ ഗ്യാസ് ഹോർമോൺ അല്ലേ? എഥിലീൻ കണ്ടുപിടിച്ചത് HH കസിന. ആരാ? കസിൻസ് എന്ന് പറയാൻ 1 2 പേരല്ല, ഒറ്റ ഒരാളാ, HH കസിൻ. അപ്പൊ ഓരോ സയന്റിസ്റ്റും അത് ഏതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ് അത് കണ്ടുപിടിച്ച സയന്റിസ്റ്റുകളുടെ പേര്. അബ്സിസിക് ആസിഡ് കണ്ടുപിടിച്ചത് 3 സയന്റിസ്റ്റുകളാ. 3 സയന്റിസ്റ്റുകൾക്ക് അതിന് ആദ്യം 3 പേരാ കൊടുത്തത്. പിന്നെ മനസ്സിലായി 3 ഒരേ സാധനമാ. 3 കൂടെ ഒറ്റ പേര് കൊടുത്തു. അതേതാ? അബ്സിസിക് ആസിഡ്. 5 ഹോർമോണുകളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെ? ആദ്യത്തെ ഓക്സിൻ, ഗിബർലിക് ആസിഡ്, സൈറ്റോകൈനിൻ. ഈ 3 പേര് എന്താ ചെയ്യുക? പ്ലാന്റ് ഗ്രോത്തിനെ കൂട്ടാനാ നോക്കുക. പ്ലാന്റ് ഗ്രോത്തിനെ കൂട്ടുന്നത് കൊണ്ട് ഈ 3 പേരെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? പ്രൊമോട്ടറുകൾ എന്നാ വിളിക്കുക. അബ്സിസിക് ആസിഡ് എന്താ ചെയ്യുക? പ്ലാന്റ് ഗ്രോത്തിനെ കുറയ്ക്കാനാ നോക്കുക. കുറയ്ക്കുന്നത് കൊണ്ട് അബ്സിസിക് ആസിഡിനെ വിളിക്കുന്ന പേര് ഇൻഹിബിറ്റർ. അപ്പൊ ഹോർമോണുകളെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം സാറേ? പ്രൊമോട്ടർ എന്നും ഇൻഹിബിറ്റർ എന്നും. പ്ലാന്റ് ഗ്രോത്തിനെ കൂട്ടുന്നവൻ പ്രൊമോട്ടർ, പ്ലാന്റ് ഗ്രോത്തിനെ കുറയ്ക്കുന്നവൻ ആരാ?
ഇൻഹിബിറ്റർ. എഥിലീന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും കൂടുതൽ ഫംഗ്ഷൻ പഠിക്കാനുള്ളതും എഥിലീൻ്റെയാ. എന്താ എഥിലീൻ്റെ പ്രത്യേകത അറിയാമോ? എഥിലീന് പ്രമോട്ടറായിട്ടും ആക്ട് ചെയ്യും, എഥിലീന് ഇൻഹിബിറ്റർ ആയിട്ടും ആക്ട് ചെയ്യും. ആദ്യത്തെ 3 പേര് പ്രമോട്ടർ മാത്രമായിട്ട് ആക്ട് ചെയ്യാം. അബ്സിസിക് ആസിഡ് ഇൻഹിബിറ്റർ ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. എന്നാൽ എഥിലീനോ പ്രമോട്ടറായിട്ടും ഇൻഹിബിറ്ററായിട്ടും രണ്ടുമായിട്ടും ആക്ട് ചെയ്യാൻ പറ്റും. ആർക്ക്? എഥിലീന്. ചോദ്യം ചോദിക്കും, ഏത് ഹോർമോണാണ് പ്രമോട്ടറായിട്ടും ഇൻഹിബിറ്ററായിട്ടും ആക്ട് ചെയ്യാൻ പറ്റുക? അതാരാ? എഥിലീന. കൂടുതൽ ഇഷ്ടം ഏതായിട്ട് ആക്ട് ചെയ്യാനാ? ഇൻഹിബിറ്ററാ. ആദ്യത്തെ 3 പ്രമോട്ടറായിട്ട് മാത്രമേ ആക്ട് ചെയ്യുള്ളൂ. അബ്സിസിക് ആസിഡ് ഇൻഹിബിറ്റർ ആയിട്ട് മാത്രമേ ആക്ട് ചെയ്യുള്ളൂ. എന്നാൽ എഥിലീനോ സാറേ പ്രമോട്ടറായിട്ടും ഇൻഹിബിറ്റർ രണ്ടുമായിട്ടും പ്രവർത്തിക്കും. കൂടുതൽ ഇഷ്ടം ഏതായിട്ട് പ്രവർത്തിക്കാനാ? ഇൻഹിബിറ്റർ. രണ്ടായിട്ട് പ്രവർത്തിക്കാനും പറ്റും, പക്ഷെ ഏതായിട്ട് പ്രവർത്തിക്കാനാ കൂടുതൽ ഇഷ്ടം? ഇൻഹിബിറ്റർ ആയിട്ട് പ്രവർത്തിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഇനി ഓരോ ഹോർമോണിന്റെ ഫങ്ഷൻസ് പറഞ്ഞാൽ വേഗം തീരും. ഓക്സിൻ ആദ്യമായിട്ട് ഐസൊലേറ്റ്. എന്താ ഐസൊലേറ്റ് എന്ന് പറഞ്ഞാൽ വേർതിരിച്ചത്. ഓക്സിനെ ആദ്യമായി വേർതിരിച്ചത് എവിടെ നിന്നാ? ഹ്യൂമൻ യൂറിൻ, മനുഷ്യന്മാരുടെ മൂത്രത്തിൽ നിന്നാണ് ആദ്യമായി വേർതിരിച്ചത്. എന്നാൽ വേറൊരു സയന്റിസ്റ്റ് ഉണ്ട്, മൂപ്പരുടെ പേരാ FW വെന്റ്. എന്താ വിളിക്കുക? FW വെന്റ് എന്ന് വിളിക്കുക. FW വെന്റ് ഓടിച്ചെന്നിട്ട് ഓക്സ് സീഡ്ലിംഗ്. എന്താ ഓക്സ്? നമ്മൾ ഓക്സ് കുറുക്കി തിന്നില്ലേ? അതിന്റെ ചെടിയാണ് ഓക്സ് പ്ലാന്റ് ജസ്റ്റ് ഒന്ന് മുളച്ച് വന്നാൽ ആ സ്റ്റേജിന്റെ പേരാണ് ഓക്സ് സീഡ്ലിംഗ്. ഇത് ഓക്സിന്റെ വിത്താന്നിരിക്കട്ടെ. ഈ വിത്ത് ജസ്റ്റ് ഒന്ന് മുളയ്ക്കുമല്ലോ, ജസ്റ്റ് ഒന്ന് മുളച്ചാൽ വിളിക്കുന്ന പേരാണ് എന്ത്? ഓക്സ് സീഡ്ലിംഗ് എന്നാ വിളിക്കുക. ഈ ഓക്സിന്റെ സീഡ്ലിംഗിൽ നിന്ന് ഓക്സിനെ വേർതിരിച്ചു ആര്? FW വെന്റ്. ആദ്യമായിട്ട് ഓക്സിനെ വേർതിരിച്ചത് മനുഷ്യന്മാരുടെ മൂത്രത്തിന. അതേതൊക്കെ സയന്റിസ്റ്റുകളാ, പേര് പഠിക്കാനില്ല. പക്ഷെ FW വെന്റ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് വന്നു, മൂപ്പരാണ്, അദ്ദേഹമാണ് ഓക്സ് ചെടിയിൽ നിന്ന് ഓക്സിന്റെ സീഡ്ലിംഗ്. എന്താ സീഡ്ലിംഗ്? ജസ്റ്റ് ഒന്ന് സീഡ് മുളച്ച അവസ്ഥയാണ് ഓക്സ് സീഡ്ലിംഗ്. ആ സീഡ്ലിംഗിൽ നിന്ന് ഓക്സിനെ വേർതിരിച്ചത് ആരാ? FW വെന്റാ. ഓക്സിൻ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പ്ലാന്റ് തന്നെ ഉണ്ടാക്കുന്ന നാച്ചുറൽ ഓക്സിൻ, ഒന്ന് മനുഷ്യന്മാരുണ്ടാക്കുന്ന സിന്തറ്റിക് ഓക്സിൻ. നാച്ചുറൽ ഓക്സിൻ 2 ടൈപ്പ്. ഏതൊക്കെ? ഇൻഡോൾ അസെറ്റിക് ആസിഡ്, ഇൻഡോൾ ബ്യൂട്ടേറിക് ആസിഡ്, IAA IBA. സിന്തറ്റിക് ഓക്സിൻ ഏതൊക്കെ? നാഫ്തലിൻ അസെറ്റിക് ആസിഡ്, NAA. 2,4-D. എന്താ 2,4-D ഫുൾ നെയിം ചോദിക്കും? 2,4 ഡൈക്ലോറോ ഫീനോക്സി അസറ്റിക് ആസിഡ്. എന്താണ് 2,4-Dന്റെ ഫുൾ ഫോം? ചോദിച്ചിട്ടുണ്ട് നീറ്റ് എക്സാമിന് വരെ. 2,4 ഡൈക്ലോറോ ഫീനോക്സി അസറ്റിക് ആസിഡ്. ഏതിന്റെ ഫുൾ നെയിം ചോദിക്കാട്ടോ. ഈ 2,4-D നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്ന അറിയാമോ? നമ്മുടെ പുരയിടത്ത് പല വാഴകൃഷിയോ നെല്ല് കൃഷിയൊക്കെ ഉണ്ടെന്നിരിക്കട്ടെ, അതിനിടയ്ക്ക് ചെറിയ വേണ്ടാത്ത ചെടികൾ വളരുമല്ലോ. നമ്മുടെ പുരയിടത്തിൽ വാഴയുണ്ട്, ആ വാഴന്റെ ഇടയ്ക്ക് താഴെയായിട്ട് ചെറിയ വേണ്ടാത്ത ചെടികളും വളരും. ഈ വേണ്ടാത്ത ചെടികളുടെ പേരാണ് വീട്, കള എന്നാ വിളിക്കുക. ഈ കളകൾ ഡൈക്കോട്ട് വീടുകളുണ്ട്, മോണോക്കോട്ട് വീടുകളുണ്ട്. ഈ ഡൈക്കോട്ട് കളകളുണ്ടല്ലോ, ഈ ഡൈക്കോട്ട് വീടിനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന കെമിക്കലാണ് ആര്? 2,4-D. എന്താ 2,4-D? ഒരു സിന്തറ്റിക് ഓക്സിൻ ആണ്. 2,4-Dന്റെ ഫുൾ നെയിം എന്താ? 2,4 ഡൈക്ലോറോ ഫീനോക്സി അസറ്റിക് ആസിഡ്. ഈ 2,4-Dനെ എന്തിനുപയോഗിക്കും സാറേ? ഡൈക്കോട്ട് കളകളെ ഡൈക്കോട്ട് വീടിനെ കൊല്ലാൻ ഉപയോഗിക്കും. ഡൈക്കോട്ട് വീടിനെ കൊല്ലാൻ ഉപയോഗിക്കുന്നതാണ് ആരെ? 2,4-Dനെ. ആരെയാ സാറേ? 2,4-Dനെ. അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കും, 2,4-Dന്റെ ഫുൾ നെയിം എന്താ? 2,4-D എന്തിനാ ഉപയോഗിക്കുക? ഡൈക്കോട്ട് കളകളെ കൊല്ലാൻ. അടുത്ത നോക്ക് സാറേ, എന്താ പ്രത്യേകത? പൈനാപ്പിളില് ഫ്ലവർ ഉണ്ടാക്കും. പ്രൊമോട്ട് ഫ്ലവറിങ് ഇൻ പൈനാപ്പിളില് ഫ്ലവർ ഉണ്ടാക്കും, പൂക്കൾ ഉണ്ടാക്കും. അടുത്തെന്താ? സ്റ്റെം കട്ടിങ്സ്. റോസാ ചെടി കണ്ടിട്ടുണ്ടോ? റോസാ ചെടിനെ നമ്മൾ സ്റ്റെമ്മാണ് മുറിച്ച് വെക്കുക. ഈ സ്റ്റെമ്മ് മുറിച്ച് വെച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ സ്റ്റെമ്മിന്റെ അറ്റത്തുനിന്ന് എന്തിറങ്ങി വരും? റൂട്ട് ഇറങ്ങി വരും. ഈ മുറിച്ച് വെച്ച സ്റ്റെമ്മിന്റെ അറ്റത്തുനിന്ന് റൂട്ട് വരും. സാറേ, അപ്പൊ എന്താ റൂട്ടിങ് എന്ന് പറഞ്ഞാൽ റൂട്ട് വരിക, റൂട്ട് പുറത്തേക്ക് വരുന്നതിനാണ് റൂട്ടിങ് എന്ന് വിളിക്കുക. റൂട്ടിങ് ഇൻ സ്റ്റെം കട്ടിങ്. മുറിച്ച് വെച്ച സ്റ്റെമ്മിന്റെ അറ്റത്തുനിന്ന് റൂട്ട് വരിക. ഇത് ആര് കാരണമാ? ഓക്സിൻ കാരണമാണ് റൂട്ട് വരുന്നത്. അടുത്തത് എന്താ? ഇൻഡ്യൂസ് പാർത്തനോകാർപ്പി ഇൻ ടൊമാറ്റോ. എന്താ പാർത്തനോകാർപ്പി? സീഡ്ലെസ് ഫ്രൂട്ട് ഫോർമേഷൻ. മക്കളെ, എല്ലാ ഫ്രൂട്ടിന്റെ ഉള്ളിലും എന്തുണ്ട്? സീഡ് ഉണ്ട്. എന്നാൽ സീഡ് ഉണ്ടാകാത്ത ഫ്രൂട്ടും ഉണ്ടാകും.
ഫ്രൂട്ട് ഉണ്ട്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ സീഡില്ല. സീഡ്ലെസ്, സീഡ് ഉണ്ടാകാത്ത ഫ്രൂട്ട്, സീഡ് ഇല്ലാത്ത ഫ്രൂട്ട്. സീഡ് ഇല്ലാത്ത ഫ്രൂട്ട് ഉണ്ടാകുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുക? പാർത്തനോകാർപ്പി. സീഡ് ഇല്ലാത്ത ഫ്രൂട്ട് ഉണ്ടാകുന്നതിന്റെ പേരാ പാർത്തനോകാർപ്പി. ഈ പാർത്തനോകാർപ്പി നടത്തും ഓക്സിൻ എവിടെ? ടൊമാറ്റോ ചെടികളിൽ. എവിടെ? ടൊമാറ്റോ ചെടികളിൽ. ഓക്സിന്റെ മെയിൻ പണി ഇതൊന്നുമല്ല. ഓക്സിന്റെ മെയിൻ പണി എന്താ? പ്രൊമോട്ട് ഗ്രോത്ത് ഓഫ് എപ്പിക്കൽ ബഡ്. ഒരു പ്ലാന്റ് എടുത്താൽ ആ പ്ലാന്റിന്റെ മുകളിൽ കാണുന്ന ബഡിന്റെ പേരാണ് ഏത്? മുകളിൽ കാണുന്ന ബഡിന്റെ പേരാ എപ്പിക്കൽ ബഡ്. ഒരു പ്ലാന്റിന്റെ മുകളിൽ കാണുന്ന ബഡ് ഏതാ? എപ്പിക്കൽ ബഡ്. പ്ലാന്റിന്റെ സൈഡിൽ കുറെ ബഡ് കാണും. പ്ലാന്റിന്റെ സൈഡിൽ കാണുന്ന ബഡിന്റെ പേരാണ്, സൈഡിലുള്ള ബഡിന്റെ പേരാണ് മക്കളെ എന്ത്? ലാറ്ററൽ ബഡ്. എന്താ? ഉറക്ക വിളിക്ക്. ലാറ്ററൽ ബഡ്. ഒരു പ്ലാന്റിന്റെ മുകളിലുള്ള ബഡ് ഏതാ സാറേ? എപ്പിക്കൽ ബഡാ. സൈഡിലുള്ള ബഡ് ഏതാ? ലാറ്ററൽ ബഡ്. ഈ ഓക്സിന്റെ പണി എന്താണെന്നറിയാമോ? ഈ എപ്പിക്കൽ ബഡിനെ നല്ല പോലെ വളർത്തുക. ലാറ്ററൽ ബഡിനെ വളർത്തില്ല, ഈ എപ്പിക്കൽ ബഡിന്റെ ഗ്രോത്തിനായിരിക്കും സഹായിക്കുക. എപ്പിക്കൽ ബഡ് ഗ്രോത്ത് നടത്തുമ്പോൾ എന്താ പറ്റുക? എപ്പിക്കൽ ബഡിന്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയാമോ? ആ പ്ലാന്റിന്റെ ഹൈറ്റ് ഇങ്ങനെ കൂടിപ്പോകും. ഇതാണ് എപ്പിക്കൽ ബഡ് എന്നിരിക്കട്ടെ. ഇത് നല്ല പോലെ മുകളോട്ട് വളർന്നാലോ എന്റെ ഹൈറ്റ് അല്ലേ കൂടുക? അപ്പൊ എന്താ ഓക്സിന്റെ പണി? ഈ എപ്പിക്കൽ ബഡിന്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുക. എപ്പിക്കൽ ബഡിന്റെ ഗ്രോത്ത് ഓക്സിൻ കാരണം നടക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ഏത്? എപ്പിക്കൽ ഡോമിനൻസ്. എന്താ എപ്പിക്കൽ ഡോമിനൻസ് സാറേ? ഗ്രോത്ത് ഓഫ് എപ്പിക്കൽ ബഡ് ഡ്യൂ ടു ഓക്സിൻ. ഓക്സിൻ കാരണം ഒരു പ്ലാന്റിന്റെ ലാറ്ററൽ ബഡ് അല്ല, എപ്പിക്കൽ ബഡ് നല്ല പോലെ വളരുക. എപ്പിക്കൽ ബഡ് വളരുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്? എപ്പിക്കൽ ഡോമിനൻസ്. എപ്പിക്കൽ എന്ന് പറഞ്ഞാൽ എപ്പിക്കൽ ബഡ്, ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ വളർച്ച. എപ്പിക്കൽ ബഡ് നല്ല പോലെ വളരും. ആര് കാരണം? ഓക്സിൻ കാരണം. അതിനാണ് എപ്പിക്കൽ ഡോമിനൻസ് എന്ന് വിളിക്കുക. എപ്പിക്കൽ ബഡ് വളരുന്ന കാരണം ആ പ്ലാന്റ് ഇങ്ങനെ വളർന്ന് നീളം വെച്ച് അങ്ങ് പോകും. എപ്പിക്കൽ ബഡ് വളരുന്ന കാരണം പ്ലാന്റിന്റെ നീളമാണ് മക്കളെ കൂടുക. ഓക്കെ, ഇനി എപ്പിക്കൽ ബഡ് നിങ്ങൾക്ക് കളയണം. ഈ എപ്പിക്കൽ ഡോമിനൻസ് കളയണം. എന്താ എപ്പിക്കൽ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ? ഒരു പ്ലാന്റ് എടുത്താൽ മുകളിലുള്ള ബഡാണ് എപ്പിക്കൽ ബഡ്. ഈ എപ്പിക്കൽ ബഡ് ഓക്സിന്റെ ഇൻഫ്ലുവൻസിൽ അങ്ങോട്ട് വളരുന്ന കാരണം ഈ പ്ലാന്റിന്റെ എന്താ കൂടുക? ഈ പ്ലാന്റിന്റെ ലെങ്ത് കൂടാൻ തുടങ്ങും. ലെങ്ത് കൂടും. സൈഡിൽ നിന്നുള്ള ഗ്രോത്ത് കുറവാ, ലാറ്ററൽ ബഡിൽ ഗ്രോത്ത് കുറവാ, മുകളിലോട്ടാ വളരുക. സൈഡിലേക്ക് വളരണമെങ്കിൽ ലാറ്ററൽ ബഡ് വളരണ്ടേ? ലാറ്ററൽ ബഡിന്റെ വളർച്ചയ്ക്ക് ഓക്സിൻ കാരണക്കാരനല്ല, എപ്പിക്കൽ ബഡിനെയാണ് ഓക്സിൻ വളർത്തുക. ഇനി മുകളിലോട്ട് മുകളിലോട്ട് വളരണ്ട നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ മുകളിലുള്ള എപ്പിക്കൽ ബഡ് അങ്ങ് കട്ട് ചെയ്താൽ മതി. കട്ട് അല്ലെങ്കിൽ റിമൂവൽ ഓഫ് എപ്പിക്കൽ ബഡ്. എപ്പിക്കൽ ബഡ് മുകളിലോട്ട് വളരണ്ടാന്നിരിക്കട്ടെ, എപ്പിക്കൽ ഡോമിനൻസ് വേണ്ട. എന്താ എപ്പിക്കൽ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ? ഒരു പ്ലാന്റിന്റെ എപ്പിക്കൽ ബഡ് നല്ലപോലെ വളരുക, അതാണ് എപ്പിക്കൽ ഡോമിനൻസ്. ഈ എപ്പിക്കൽ ഡോമിനൻസ് തടയുന്നത് എങ്ങനെയാ? ആ പ്ലാന്റിന്റെ എപ്പിക്കൽ ബഡ് അങ്ങ് മുറിച്ച് കളഞ്ഞാൽ മതി. എപ്പിക്കൽ ബഡ് റിമൂവ് ചെയ്യുന്നതിനാ നമ്മൾ എന്ത് വിളിക്കുക? പരീക്ഷയ്ക്ക് ചോദിക്കും. എപ്പിക്കൽ ബഡ് റിമൂവ് ചെയ്യുന്നതിന് എന്താ വിളിക്കുക? ഡീകാപ്പിറ്റേഷൻ. ഒരു പ്ലാന്റിന്റെ എപ്പിക്കൽ ബഡ് മുറിച്ച് കളയും, അപ്പൊ പിന്നെ അത് മുകളിലോട്ട് വളരില്ല. അതിന്റെ മുറിച്ച് കളഞ്ഞതിന്റെ പേരാ ഡീകാപ്പിറ്റേഷൻ. മുറിച്ച് കളയുമ്പോൾ എന്താ പ്രത്യേകത? രണ്ട് പ്രത്യേകത നടക്കും. ഒന്നെന്താ? എപ്പിക്കൽ ഡോമിനൻസ് സംഭവിക്കില്ല. എന്താ എപ്പിക്കൽ ഡോമിനൻസ്? ഒരു പ്ലാന്റിന്റെ മുകൾ ഭാഗം മാത്രം മേലോട്ട് പോവാ. എപ്പിക്കൽ ബഡ് മുറിച്ച് കളഞ്ഞാലോ പിന്നെ അത് മുകളിലോട്ട് വളരില്ല. എപ്പിക്കൽ ഡോമിനൻസ് നടക്കില്ല. പിന്നെ അത് എങ്ങോട്ടാ വളരുക? ഡീകാപ്പിറ്റേഷൻ നടത്തി കഴിഞ്ഞാൽ എപ്പിക്കൽ ഡോമിനൻസ് നടക്കില്ല. പിന്നെ ആരാ വളരാന്നറിയാമോ? ലാറ്ററൽ ബഡാണ് മക്കളെ ഗ്രോത്ത് ചെയ്യുക. ഈ സൈഡിലുള്ള ബഡ് ഉണ്ടോ, സൈഡിലുള്ള ബഡിന്റെ പേര് ലാറ്ററൽ ബഡ്. ഈ ലാറ്ററൽ ബഡുകളാണ് പിന്നീട് വളരുക. എപ്പിക്കൽ ബഡ് വളർന്നാൽ എപ്പിക്കൽ ഡോമിനൻസ്. അത് നടക്കാതിരിക്കാനോ എപ്പിക്കൽ ബഡിനെ മുറിച്ച് കളയാ, അപ്പൊ പിന്നെ മുകളിലോട്ട് വളരില്ല. പിന്നെ ലാറ്ററൽ ബഡ് വളരും. ലാറ്ററൽ ബഡ് വളരുമ്പോൾ എന്താ പ്രത്യേകത? സൈഡിലേക്കായിരിക്കും പ്ലാന്റുകൾ വളരുക, ലാറ്ററൽ ബഡ് ആയിരിക്കും പിന്നീട് വളരുക. ഡീകാപ്പിറ്റേഷൻ നടത്തുമ്പോൾ എന്താ പ്രത്യേകത? ലാറ്ററൽ ബഡ് ആയിരിക്കും മക്കളെ വളരുക. ഇത് അവിടെ ഉപയോഗിക്കും ടീ പ്ലാന്റേഷനിലെ ഹെഡ്ജ് മേക്കിംഗ്, വേലികൾ ഉണ്ടാക്കാൻ. ടീ പ്ലാന്റേഷൻ കണ്ടിട്ടുണ്ടോ? രാവിലെ ചില അമ്മമാര് വന്നിട്ട് ഇങ്ങനെ ഞുള്ളുന്നത്, വലിയൊരു സഞ്ചി കാണും, ആ സഞ്ചിയിൽ അവരിങ്ങനെ ഞുള്ളി ഇടും. ഇത് ഞുള്ളുന്നത് എന്താ? തേയിലച്ചെടീന്റെ എപ്പിക്കൽ ബഡാണ് അവർ കളയുന്നത്. എപ്പിക്കൽ ബഡ് എടുത്ത കളയാണ് അവര്. അപ്പോഴവരുടെ ലാറ്ററൽ ബഡ് നല്ലപോലെ വളരും. എപ്പിക്കൽ ബഡ് കളയുന്നതിന്റെ പേരാ ഡീകാപ്പിറ്റേഷൻ. അപ്പൊ തേയിലത്തോട്ടങ്ങൾ ഉപയോഗിക്കും. അതേപോലെ ചില വേലി ഉണ്ടാക്കാൻ നമ്മുടെയൊക്കെ ഗാർഡനിൽ വർക്ക് ചെയ്യുന്നവർ, വലിയ സ്ഥാപനങ്ങളിൽ ഗാർഡനിൽ വർക്ക് ചെയ്യുന്നവർ കണ്ടിട്ടുണ്ടോ? വലിയ കത്രികയും കൊണ്ട് ചെന്നിട്ട് ചില ചെടീന്റെ മുകൾ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അവരെന്തിനാ മുകൾ ഭാഗം കട്ട് ചെയ്യുന്നത്? മുകൾ ഭാഗം കട്ട് ചെയ്യുമ്പോൾ എപ്പിക്കൽ ബഡാണ് അവർ കട്ട് ചെയ്യുന്നത്. എപ്പിക്കൽ ബഡ് കട്ട് ചെയ്യുന്നതിന്റെ പേരെന്താ? ഡീകാപ്പിറ്റേഷൻ. എപ്പിക്കൽ ബഡ് കട്ട് ചെയ്യുമ്പോഴോ ആ വേലിച്ചെടികളുടെ
വേലിച്ചെടികളുടെ സൈഡിൽ നിന്ന് കുറെ ബ്രാഞ്ച് ഇറങ്ങും. അപ്പൊ അവർ നല്ല വേലിയായിട്ട് മാറും. മുകളിലോട്ട് വളർന്നിട്ട് കാര്യമില്ലല്ലോ വേലിക്ക്, സൈഡിൽ കൂടെ വളരുമ്പോഴല്ലേ വേലിയാകുക. പ്ലാന്റിന്റെ സൈഡിൽ നിന്ന് വളർച്ച വരണമെങ്കിൽ എന്താ ചെയ്യേണ്ടേ? പ്ലാന്റിന്റെ എപ്പിക്കൽ ബഡ് കളഞ്ഞാൽ മതി. അപ്പൊ ഹെഡ്ജ് മേക്കിംഗ്, ഹെഡ്ജ് എന്ന് പറഞ്ഞാൽ വേലി ഉണ്ടാക്കാന്, അതേപോലെ ടീ പ്ലാന്റേഷൻ ചോദിക്കും. വേലി ഉണ്ടാക്കാന് ടീ പ്ലാന്റേഷനിലൊക്കെ ഏത് പ്രോസസ്സാണ് ഉപയോഗിക്കുക? ഡീകാപ്പിറ്റേഷൻ. വേലി ഉണ്ടാക്കാൻ. എന്തിനാ വേലി ഉണ്ടാക്കണം സാറേ? ഇതാണ് വേലി. ഇവിടെ കുറെ ചെടികൾ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതെങ്ങനെ വേലിയാക്കാൻ ഇവരുടെ മുകൾ ഭാഗം അങ്ങ് മുറിച്ച് കളഞ്ഞാൽ മതി. അപ്പോഴോ ഇവർ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങും. സൈഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോഴോ ഇവർ തമ്മിൽ ജോയിൻ ചെയ്യും. ഇവർ ജോയിൻ ചെയ്ത് എന്താകും? ഒരു വേലി പോലാകും. ഇവര് മുകൾ ഭാഗം മുറിച്ചില്ലെങ്കിൽ എന്താ പ്രത്യേകത? ഇവരിങ്ങനെ വളർന്നു പോകും. അപ്പൊ സൈഡിൽ നിന്നുള്ള വളർച്ച കുറവാ. സൈഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോഴല്ലേ വേലിയായിട്ട് മാറുക. മുകൾ ഭാഗം മുറിച്ചില്ലെങ്കിൽ നല്ല പോലെ വളരും, വേലിയായിട്ട് മാറില്ല. അപ്പൊ ഹെഡ്ജ് മേക്കിംഗ്, വേലി ഉണ്ടാക്കാൻ. ഓക്കെ, അടുത്തത് ഓക്സിന്റെ പണിയാണ് ഫോട്ടോട്രോപ്പിസം. എന്താ സാറേ ഫോട്ടോട്രോപ്പിസം? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില ചെടികളൊക്കെ എവിടെ നിന്നാണോ ലൈറ്റ് വരിക ആ ലൈറ്റിന്റെ ഡയറക്ഷനിലേക്കായിരിക്കും ചെടികൾ വളരുക. ലൈറ്റിന്റെ ഡയറക്ഷനിലേക്ക് ഷൂട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, മണ്ണിന്റെ മുകളിലേക്കുള്ള ഭാഗമാണ് ഷൂട്ട് എന്ന് പറഞ്ഞത്. മണ്ണിന്റെ അടിയിലേക്കുള്ള ഭാഗത്തിന്റെ പേരെന്താ? റൂട്ട്. അതൊക്കെ അറിയാലോ. ഷൂട്ട് എപ്പോഴും ലൈറ്റിന്റെ ഡയറക്ഷനിലേക്ക് വളരുക. ലൈറ്റ് എവിടെ നിന്നാണോ കിട്ടുക അങ്ങോട്ടേക്കാ ഷൂട്ട് വളരുക. ലൈറ്റിന്റെ ഡയറക്ഷനിൽ ഷൂട്ട് വളരുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുക? ഫോട്ടോട്രോപ്പിസം എന്നാ വിളിക്കുക. ഗ്രോത്ത് ഓഫ് ഷൂട്ട് ടുവേർഡ്സ് ലൈറ്റ്. എവിടെ നിന്നാണോ ലൈറ്റ് വരിക ആ ദിശയിലേക്ക് ഷൂട്ട് വളരുക. ആ വളരുന്ന പ്രക്രിയന്റെ പേരാണ് ഫോട്ടോട്രോപ്പിസം. അതിന് കാരണക്കാരൻ ആരാ? ഓക്സിനാണ്. അടുത്താണ് മക്കളെ ഗിബെർലിക് ആസിഡ്. പ്ലാന്റ്സിന് എല്ലാ ഹോർമോണുകളെയും പ്ലാന്റ്സിന് ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ ഗിബെർലിക് ആസിഡിനെ പ്ലാന്റ്സിനും ഉണ്ടാക്കാൻ പറ്റും, ചില ഫംഗസിനും ഉണ്ടാക്കാൻ പറ്റും. ഗിബെർലിക് ആസിഡ് ഉണ്ടാക്കാൻ പ്ലാന്റ്സിന് എന്തായാലും പറ്റും, എന്നാൽ ഫംഗസിനും ഉണ്ടാക്കാൻ പറ്റും മക്കളെ. അപ്പൊ ചോദിക്കും പരീക്ഷയ്ക്ക്, ഫംഗസ് ഉണ്ടാക്കുന്ന ഹോർമോൺ ഏതാ? ഓക്സിനാണോ? അല്ല, ഗിബെർലിക് ആസിഡാ. ഇങ്ങനെ ഗിബെർലിക് ആസിഡ് ഉണ്ടാക്കുന്ന ഒരു ഫംഗസ് ഉണ്ട്, അതിന്റെ പേരാ ജിബറല്ല ഫുജിക്കുറോയി. ഗിബെർലിക് ആസിഡ് ഉണ്ടാക്കുന്ന ഫംഗസിന്റെ പേരെന്താ? ജിബറല്ല ഫുജിക്കുറോയി എന്നാ വിളിക്കുക. ഈ ഫംഗസ് എന്താ അറിയോ? നെൽച്ചെടിനെ ബാധിക്കും. ഇൻഫെക്ട് റൈസ് പ്ലാന്റ്. ഇൻഫെക്ട് പറഞ്ഞാൽ ബാധിക്കും ആരെ? നെൽച്ചെടികളെ ഈ ഫംഗസ് ബാധിക്കുമ്പോൾ നെൽച്ചെടികളിൽ ഒരു അസുഖം വരും. ആ അസുഖത്തിന്റെ പേരാ ബെക്കനെ ഡിസീസ് അല്ലെങ്കിൽ ഫൂളിഷ് സീഡ്ലിംഗ് ഡിസീസ്. ബെക്കനെ ഡിസീസ് അല്ലെങ്കിൽ ഫൂളിഷ് സീഡ്ലിംഗ് ഡിസീസ് എന്നാ വിളിക്കാം. അപ്പൊ നമുക്ക് ഗിബെർലിക് ആസിഡ് ആരൊക്കെ ഉണ്ടാക്കാം? പ്ലാന്റ്സ്, ഫംഗസ് ഉണ്ടാക്കും. ഗിബെർലിക് ആസിഡ് ഉണ്ടാക്കുന്ന ഫംഗസിന്റെ പേരെന്താ? ജിബറല്ല ഫുജിക്കുറോയി. ഈ ഫംഗസ് നെൽച്ചെടികളിൽ ഒരു രോഗം ഉണ്ടാക്കും. ആ രോഗത്തിന്റെ പേര് ബെക്കനെ ഡിസീസ് അല്ലെങ്കിൽ ഫൂളിഷ് സീഡ്ലിംഗ് ഡിസീസ് എന്നാ വിളിക്കാം മക്കളെ. ഇനി ചോദിക്കാം, ഇതിന്റെ ഫംഗ്ഷൻ എന്താ? എന്റെ പൊന്നു മക്കളെ കേട്ടി വെച്ചോ. ഫംഗ്ഷൻസ് എന്താ? അതിന് മുമ്പ് കുറെ ടൈപ്പ് ഉണ്ട്. 100ഓളം ടൈപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഗിബെർലിക് ആസിഡ്. GA1, GA2, GA3 അങ്ങനെ എത്ര ടൈപ്പ്? GA100 വരെ 100ഓളം ടൈപ്പ്. എല്ലാം അസിഡിക് ആണ് കേട്ടോ. എല്ലാം ഗിബെർലിക് ആസിഡ് ആണ്, അസിഡിക്ക. ആദ്യമായി കണ്ടുപിടിച്ചത് ആരെയാ? GA3നെയാ. ഫസ്റ്റ് ഡിസ്കവേർഡ് ആൻഡ് മോസ്റ്റ് സ്റ്റഡീഡ്. ഏറ്റവും കൂടുതൽ പഠിച്ചതും ഏറ്റവും കൂടുതൽ പഠിക്കാൻ ഉപയോഗിച്ചതും ആദ്യമായി കണ്ടുപിടിച്ചതും ആരെയാ? GA3. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഏത് ഗിബെർലിക് ആസിഡ് ആണ് ആദ്യമായി കണ്ടുപിടിച്ചതും ഏറ്റവും കൂടുതൽ പഠിക്കപ്പെട്ടതും? GA3. GA1 അല്ല. ആദ്യമായി കണ്ടുപിടിച്ചതും ഏറ്റവും കൂടുതൽ പഠിക്കാൻ ഉപയോഗിച്ചതും ആരെയാ? GA3നെയാണ് മക്കളെ. 3നെ. ഇതിന്റെ പണികൾ എന്തൊക്കെയാ? ഷുഗർ കെയിന്റെ ലെങ്ത് കൂട്ടും, ഷുഗർ കെയിന്റെ നീളം കൂട്ടും. അടുത്തെന്താ? ആപ്പിളിന്റെ ഷേപ്പ് നല്ലതാക്കും. ആപ്പിളിൻ്റെതായ ഷേപ്പിലേക്ക് കൊണ്ടുവരും. പിന്നെന്താ? ഗ്രേപ്പ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താ? മുന്തിരികൾ തൂങ്ങി നിൽക്കുന്നത് തണ്ട്. ഈ തണ്ടിലാണല്ലോ മുന്തിരിങ്ങൾ തൂങ്ങി നിൽക്കുക. ഈ തൂങ്ങി നിൽക്കുന്ന ഈ തണ്ടിന്റെ പേരാണ് സ്റ്റോക്ക്. അതിന്റെ ലെങ്ത് കൂട്ടും, നല്ല ലെങ്ത് കൂട്ടും. എന്തിനാ ലെങ്ത് കൂട്ടണത്? ലെങ്ത് കൂടുമ്പോ എന്താ? അത്രയും കൂടുതൽ മുന്തിരിങ്ങയ്ക്ക് ഇങ്ങനെ തൂങ്ങിക്കിടന്നൂടെ? ഇവിടെ ആകെ 4 മുന്തിരിങ്ങ തൂങ്ങിക്കിടക്കാം. എന്നാൽ സ്റ്റോക്കിന്റെ ലെങ്ത് കൂട്ടിയാലോ? ഇപ്പൊ കണ്ടോ, 2, 4, 6, 8, 10 മുന്തിരിങ്ങ തൂങ്ങിക്കിടക്കാൻ പറ്റി. അപ്പൊ സ്റ്റോക്കിന്റെ ലെങ്ത് കൂട്ടിയാൽ കൂടുതൽ മുന്തിരിങ്ങയ്ക്ക് തൂങ്ങിക്കിടക്കാൻ പറ്റും. അപ്പൊ ഇൻക്രീസ് സ്റ്റോക്ക് ലെങ്ത്. അടുത്തെന്താ? ഡിലേ ഫ്രൂട്ട് സെനിസൻസ് എന്ന് പറഞ്ഞാൽ ഓൾഡ് ആകുക, വയസ്സാകുക. ഫ്രൂട്ട് സെനിസൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രൂട്ട് വയസ്സാകുക.
അത് ഡിലേ ആക്കാന്ന് പറഞ്ഞാൽ എന്താ? പതുക്കെ ആക്കുക. ഫ്രൂട്ട് വയസ്സാകുന്നത് പതുക്കെ ആക്കുക. ഡിലേ ഫ്രൂട്ട് സെനിസെൻസ്. ഫ്രൂട്ട് ഓൾഡ് ആകുന്നതിന് വിളിക്കുന്ന പേരാ. ഫ്രൂട്ട് വയസ്സാകുന്നതിന് വിളിക്കുന്ന പേരാ ഫ്രൂട്ട് സെനിസെൻസ്. അത് പതുക്കെ ആക്കുക, അതിന്റെ പേരാ ഡിലേ. പതുക്കെയാണ് ഫ്രൂട്ടിനെ വയസ്സാക്കിപ്പിക്കുക. ആര്? ഗിബർലിക് ആസിഡ്. അടുത്ത എന്താ? ഹാസ്റ്റൻ. ഹാസ്റ്റൻ എന്ന് പറഞ്ഞാൽ സ്പീഡാക്കുന്നു. ആസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡാക്കുന്നു. എന്ത്? മെച്യൂരിറ്റി പീരീഡ്. മെച്യൂർ ആകാനുള്ള സമയത്തെ സ്പീഡാക്കുന്നു. എവിടെ? ജുവനൈൽ കോണിഫർ. എന്താ കോണിഫർ എന്ന് പറഞ്ഞാൽ? ഇങ്ങനെ കാണുന്ന ചെടികളുണ്ടോ കോണ് പോലെ? ജിംനോസ്പം, ക്രിസ്മസ് ട്രീ ഉണ്ടല്ലോ, കോണുകൾ ഉണ്ടാകുന്ന ചെടികളാണ് കോണിഫർ. ജുവനൈൽ കോണിഫർ എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ കോണിഫർ. ഇതാണ് ചെറിയ കോണിഫർ, ചെറിയ കോണിഫർ. അതിന്റെ പേരാണ് ജുവനൈൽ കോണിഫർ. ജുവനൈൽ കോണിഫർ. ചെറിയ കോണിഫറുകളെയാണ് ജുവനൈൽ കോണിഫർ എന്ന് വിളിക്കുക. ഈ ജുവനൈൽ കോണിഫറുകൾ 17 കൊല്ലം കൊണ്ടാണ് നോർമലി എന്താകുക? മെച്ചുവർ ആകുക. 17 കൊല്ലം കൊണ്ടാണ് മെച്ചുവർ ആകുക. പക്ഷെ നിങ്ങൾ ഗിബർലിക് ആസിഡ് അപ്ലൈ ചെയ്തു എന്നിരിക്കട്ടെ. ഗിബർലിക് ആസിഡ് അപ്ലൈ ചെയ്താൽ ഈ 17 കൊല്ലം കൊണ്ട് മെച്ചുവർ ആകുന്ന കോണിഫർ വെറും 3 കൊല്ലം കൊണ്ട് എന്തായിക്കോളും? മെച്ചുവർ ആയിക്കോളും. കണ്ടോ? സ്പീഡായി. സ്പീഡാകുന്നതിന് വേറൊരു വാക്കാണ് ആസ്റ്റൻ. ഹാസ്റ്റൻ എന്ന് പറഞ്ഞാൽ സ്പീഡാകുന്നു. എന്ത്? മെച്യൂരിറ്റി പീരീഡ്. 17 കൊല്ലം കൊണ്ട് മെച്ചുവർ ആകുന്ന കോണിഫറുകൾ വെറും 3 കൊല്ലം കൊണ്ട് തന്നെ മെച്ചുവറായി. 17 കൊല്ലം കൊണ്ട് മെച്ചുവർ ആകുന്ന കോണിഫർ വെറും 3 കൊല്ലം കൊണ്ട് തന്നെ മെച്ചുവറായി. വേഗം മെച്ചുവറായി. മെച്യൂരിറ്റി പീരീഡ് സ്പീഡപ്പ് ആക്കി, ആസ്റ്റൻ ആക്കി. ആരാ മക്കളെ? ഗിബർലിക് ആസിഡ്. ഗിബർലിക് ആസിഡ് അടിച്ചു കൊടുത്താൽ 17 കൊല്ലം കൊണ്ട് മെച്ചുവർ ആകുന്ന കോണിഫറുകൾ വെറും 3 കൊല്ലം കൊണ്ട് മെച്ചുവർ ആകും, വേഗം മെച്ചുവർ ആകും. അടുത്ത എന്താ അറിയോ? ഈ രണ്ടെണ്ണം വെരി വെരി ഇമ്പോർട്ടൻറ്റ് മക്കളെ. ബോൾട്ടിങ്, മാൾട്ടിങ്. ബോൾട്ടിങ് എന്നോ മാൾട്ടിങ് എന്നോ കേട്ടാൽ ആരുടെ പണിയാ? ഗിബർലിക് ആസിഡിന്റെ പണിയാ. എന്താ ബോൾട്ടിങ് എന്ന് പറഞ്ഞാൽ? ഞാൻ പറഞ്ഞുതരാം. ഇന്റർനോഡ് ഇലോങ്ങേഷൻ ബിഫോർ ഫ്ലവറിങ്. ചില ചെടികള് ഫ്ലവർ ഉണ്ടാക്കും, ഫ്ലവറിങ് നടത്തും. ചില ചെടി ഫ്ലവർ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് അവർ ഇന്റർനോഡ് ഒന്ന് ലെങ്ത് കൂട്ടും. ചില ചെടികളുണ്ടല്ലോ, ചില ചെടികള് ഫ്ലവർ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ്, ഇതാണ് ഫ്ലവർ എന്നിരിക്കട്ടെ, ചില ചെടികൾ ഫ്ലവർ ഉണ്ടാക്കുമ്പോഴല്ല, ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് അവരുടെ നോഡിനിടയ്ക്കുള്ള ഇന്റർനോഡിന്റെ ലെങ്ത് കൂട്ടും. ഇന്റർനോഡ് ഇലോങ്ങേറ്റ് ആകും. എപ്പം? ബിഫോർ ഫ്ലവറിങ്. ആഫ്റ്റർ ഫ്ലവറിങ് അല്ല, അറ്റ് ടൈം ഓഫ് ഫ്ലവറിങ്ങും അല്ല, ബിഫോർ ഫ്ലവറിങ്. ഇന്റർനോഡിന്റെ ലെങ്ത് കൂട്ടും ഫ്ലവറിങ്ങിന് തൊട്ട് മുമ്പ് ഇന്റർനോഡിന്റെ ലെങ്ത് കൂട്ടുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുക? ബോൾട്ടിങ് എന്ന് വിളിക്കുക. ഇതെവിടേക്കാ കാണുക? ക്യാബേജും ബീട്രൂട്ടിലും ഒക്കെ ഇത് കാണുക. എന്താ മാൾട്ടിങ് എന്ന് പറഞ്ഞാൽ? മാൾട്ടിങ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ടേസ്റ്റ് ഓഫ് ആൽക്കഹോൾ യൂസിങ് ഗിബർലിക് ആസിഡ്. ഈ ആൽക്കഹോൾ ഉണ്ടല്ലോ, ബിവർ, ബിസ്കി, ബ്രാൻഡി, റമ്മ്, അങ്ങുള്ള, എനിക്കങ്ങനെ പേരുകളൊന്നും അറിയില്ല മക്കളെ, അങ്ങുള്ള ആൽക്കഹോൾ ഉണ്ടല്ലോ, അതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ഇട്ട് കൊടുക്കാം? ഗിബർലിക് ആസിഡ്. ഗിബർലിക് ആസിഡ് ഇട്ട് കൊടുത്ത് അവരുടെയൊക്കെ ടേസ്റ്റ് കൂട്ടുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുക? മാൾട്ടിങ് എന്ന് വിളിക്കുക. എന്താ ബോൾട്ടിങ് എന്ന് പറഞ്ഞാൽ? ഗിബർലിക് ആസിഡ് ഉണ്ടെങ്കിൽ ചില ചെടികൾ എന്താ? ഫ്ലവറിങ്ങിന് മുമ്പ് ഇന്റർനോഡ് വലുതാക്കും. ഇന്റർനോഡ് വലുതാകുന്നതിന്റെ പേരാണ് ബോൾട്ടിങ്. അല്ലെങ്കിൽ ആൽക്കഹോളിന്റെ ടേസ്റ്റ് കൂട്ടുന്നതിന്റെ പേരാണ് മാൾട്ടിങ്. ഇത് രണ്ട് നടക്കണമെങ്കിൽ ആര് വേണം? ഗിബർലിക് ആസിഡ് വേണം. ബോൾട്ടിങ് എവിടേക്കാ കാണുക? ക്യാബേജിലും ബീറ്റിലും. ചോദ്യം ചോദിക്കും, ക്യാബേജിലും ബീറ്റിലും കേട്ടോ കാണാം. അടുത്ത സൈറ്റോകൈനിൻ കണ്ടുപിടിച്ചത് ആരൊക്കെ മക്കളെ? സ്കൂഗും മില്ലറും കൂടാണ് എന്ത് കണ്ടുപിടിച്ചത്? രണ്ടുപേരോട് ഒരുമിച്ചല്ല, രണ്ടുപേരുടെ ഒരുമിച്ച് ഒരു ലാബിൽ ഇരുന്നല്ല വർക്ക് ചെയ്തത്. സ്കൂഗ് സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു, മില്ലർ സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു. രണ്ടുപേരുടെ പേര് ഒരുമിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ ഒരുമിച്ച് ഒരു ലാബിൽ ഇരുന്ന് രണ്ടുപേരും ചങ്ങാതിമാരൊന്നും അല്ല. സ്കൂഗിൻ്റെതായ പരീക്ഷണം നടത്തി, മില്ലറിൻ്റെതായ പരീക്ഷണം നടത്തി. സ്കൂഗ് എന്താ നടത്തിയെന്നറിയാമോ? സ്കൂഗ് ഒരു പാത്രം എടുത്തു, ആ പാത്രത്തിൽ ഒരു ന്യൂട്രിയന്റ് മീഡിയം കൊണ്ടുവച്ചു. ആ മീഡിയത്തിൽ എന്ത് കൊണ്ടുവച്ചു? ഓക്സിനെയും ചേർത്തു, സൈറ്റോകൈനും ചേർത്തു. ഒരു പാത്രമുണ്ട്, ഒരു ബീക്കറുണ്ട്, ആ ബീക്കറിൽ ന്യൂട്രിയൻസ് അടങ്ങിയ വെള്ളമുണ്ട്, ആ വെള്ളത്തിൽ ഓക്സിനെയും സൈറ്റോകൈനും ചേർത്ത് കൊടുത്തു മക്കളെ. എന്നിട്ട് ആ മീഡിയത്തിലേക്ക് ഒരു സെല്ലിനെ കൊണ്ടുവച്ചു. ആ സെല്ല് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഡിവൈഡ് ചെയ്തിട്ട് ഒരുകുന്ന സെല്ലായി, മാസ് ഓഫ് സെല്ലായി, ഗ്രൂപ്പ് ഓഫ് സെല്ലായി. അതിന്റെ പേരാണ് ഏത്? കാലസ്. ഈ കാലസ് ആണ് പിന്നീട് എന്തായിട്ട് മാറുക? ഒരു പ്ലാന്റ് ആയിട്ട് മാറുക. ഇതാ ടിഷ്യൂ കൾച്ചറിൽ നടക്കുക. ടിഷ്യൂ കൾച്ചറിൽ നമ്മൾ എന്താ ചെയ്യുക? ഒരു ബീക്കർ എടുക്കുന്നു, അതിൽ ന്യൂട്രിയൻസ് അടങ്ങിയ വെള്ളം വെച്ചു, ആ വെള്ളത്തിൽ ഓക്സിനും സൈറ്റോകൈനും ചേർത്തു. എന്നിട്ട് ഒരു സെല്ലിനെ കൊണ്ടുവച്ചു. ആ സെല്ല് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴോ ഒരു
ഗ്രൂപ്പ് ഓഫ് സെല്ലായി ഡിവൈഡ് ചെയ്ത് ഒരു മാസ് ഓഫ് സെല്ലായി. അതിന്റെ പേരാണ് കാലസ്. അതിൽ നിന്നാണ് മക്കളെ എന്തായി ആകുക? ന്യൂ പ്ലാന്റ് ആയിട്ട് മാറുക. സ്കൂഗ് എന്താ കണ്ടുപിടിച്ചെന്നറിയാമോ? സ്കൂഗാണ് ഈ പരീക്ഷണം നടത്തിയത്. സ്കൂഗ് എന്താ കണ്ടുപിടിച്ചേ? ഈ ഒരു സെല്ലിൽ നിന്നാണ് കാലസ് ഉണ്ടായതല്ലേ? ഈ മാസ് ഓഫ് സെല്ലിന്റെ പേരാ കാലസ്. ഈ ഒരു സെല്ലിൽ നിന്ന് കാലസ് ഉണ്ടാകണമെങ്കിൽ ആ മീഡിയത്തിൽ നിങ്ങൾ ഓക്സിന്റെ ഒപ്പം തന്നെ ആരെയും ചേർത്ത് കൊടുക്കണം? സൈറ്റോകൈനും ചേർത്ത് കൊടുക്കണം. ഓക്സിൻ മാത്രമാണ് ഈ മീഡിയത്തിൽ ഉള്ളതെങ്കിൽ, എൻ്റെ പൊന്നുമക്കളെ കേക്ക്, ഈ മീഡിയത്തിൽ ഓക്സിൻ മാത്രമാണെങ്കിൽ ഈ ഒരു സെല്ല് ഈ കാലസ് ആയിട്ട് ഉണ്ടാകില്ല, കാലസ് ആയി മാറില്ല. ഈ ഒരു സെല്ല് കാലസ് ആയിട്ട് മാറണമെങ്കിൽ ആ മീഡിയത്തിൽ ഓക്സിന്റെ ഒപ്പം ആരെയും ഇട്ട് കൊടുക്കണം? സൈറ്റോകൈനെ ഇട്ട് കൊടുക്കണം. ഇതാണ് സ്കൂഗ് കണ്ടുപിടിച്ചത്. എന്താ സാറേ സ്കൂഗ് കണ്ടുപിടിച്ചത്? നിങ്ങൾ ആ മീഡിയത്തിൽ, ആ ന്യൂട്രിയന്റ് വെള്ളത്തിൽ ഓക്സിന്റെ ഒപ്പം സൈറ്റോകൈനും കൂടി ഇട്ട് കൊടുത്താലേ ആ ഒരു സെല്ല് എന്തായി മാറൂ? കാലസ് ആയി മാറൂ. അത് പിന്നീട് ഒരു പ്ലാന്റ് ആയിട്ട് മാറുള്ളൂ. ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് ഒരു കുന്ന് സെല്ലാകും, അതിന്റെ പേരാ കാലസ്. ഈ ഒരു സെല്ല് കാലസ് ആകണമെങ്കിൽ ആ മീഡിയത്തിൽ ഓക്സിന്റെ ഒപ്പം ആരെയും ഇട്ട് കൊടുക്കണം? സൈറ്റോകൈനിനെയും ഇട്ട് കൊടുക്കണം. ഇതാണ് സ്കൂഗ് കണ്ടുപിടിച്ചത്. എന്താണ് സ്കൂഗ് കണ്ടുപിടിച്ചത്? ഈ കാണുന്ന സെല്ലുണ്ടല്ലോ, ഇതിനെ എക്സ്പ്ലാന്റ് എന്നാ വിളിക്കുക. ഈ കാണുന്ന ഒരു സെല്ലുണ്ടല്ലോ, ഈ ഒരു സെല്ലിനെ വിളിക്കുന്ന പേരെന്താ? ഈ എക്സ്പ്ലാന്റ് എന്നാ വിളിക്കുക. ഈ എക്സ്പ്ലാന്റ്, ഈ ഗ്രൂപ്പ് ഓഫ് സെൽ ഈ കാലസ് ആയി മാറണമെങ്കിൽ ഈ മീഡിയത്തിൽ നിങ്ങൾ ഓക്സിന്റെ ഒപ്പം ആരെയും ഇട്ട് കൊടുക്കണം? സൈറ്റോകൈനിനെ. ഓക്സിൻ മാത്രം ഇട്ട് കൊടുത്താൽ ഈ എക്സ്പ്ലാന്റ് എന്താകില്ല? കാലസ് ആകില്ല. പകരം ആരെ ഇട്ട് കൊടുക്കണം? സൈറ്റോകൈനെ കൂടി ഇട്ട് കൊടുക്കണം. ഇതാണ് സ്കൂഗ് കണ്ടുപിടിച്ചത്. മില്ലർ എന്താ കണ്ടുപിടിച്ചതെന്നറിയാമോ? മില്ലർ എന്താ ചെയ്യുന്നറിയാമോ? മില്ലർ ഒരു ഫിഷിനെ എടുത്തു. ആ ഫിഷിന്റെ പേര് മത്തി. എറിൻ ഫിഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മത്തിക്കറി, മത്തി ഉണ്ടല്ലോ, മത്തി ചാള എന്നൊക്കെ വിളിക്കും. എറിൻ ഫിഷ് എടുത്തു. എറിൻ ഫിഷിന് എന്ത് പുറത്തെടുത്തു? എറിൻ ഫിഷിന്റെ സ്പേം പുറത്തെടുത്തു. സ്പേമിൽ നിന്ന് എന്ത് പുറത്തെടുത്തു? DNA. ആ DNA നല്ല ടെമ്പറേച്ചർ കൊടുത്തു. നല്ല ടെമ്പറേച്ചർ കൊടുക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുക? ഓട്ടോക്ലേവ്. DNA ചൂടാക്കുന്നതിന് വിളിക്കുന്ന പേരാ ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവ് ചെയ്തപ്പം ആ DNA നിന്ന് എന്ത് പുറത്തു വന്നു? അഡനിൻ. എന്ത് പുറത്തു വന്നു? അഡനിൻ. അഡനിൻ ഈസ് എ നൈട്രജൻ ബേസ്. അഡനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ഇതൊക്കെ ചേർന്നാണ് DNA. DNA ചൂട് കൊടുക്കുമ്പോൾ, ഓട്ടോക്ലേവ് ചെയ്യുമ്പോൾ DNA പൊട്ടും എന്ത് പുറത്തു വരും? അഡനിൻ പുറത്തു വരും. ഈ അഡനിനെയാണ് മില്ലർ എന്താക്കി മാറ്റിയത്? കൈനറ്റിൻ എന്ന് പറയുന്ന ഒരു സാധനമാക്കി മാറ്റിയത്. കൈനറ്റിൻ എന്ന് പറഞ്ഞാൽ സൈറ്റോകൈനിന്റെ ഒരു ടൈപ്പ് ആട്ടോ, നമ്മൾ പഠിക്കും. അപ്പൊ മില്ലർ എന്ത് ചെയ്തു? എറിൻ ഫിഷ് എടുത്തു, സ്പേം പുറത്തെടുത്തു, DNA പുറത്തെടുത്തു, ചൂട് കൊടുത്തു. ചൂട് കൊടുക്കുന്നതിന്റെ പേരെന്താ? ഓട്ടോക്ലേവ്. ചൂട് കൊടുത്തപ്പോ എന്താ? പൊട്ടിയപ്പം അഡനിൻ പുറത്ത് വന്നു. ആ അഡനിനെ പിടിച്ചിട്ട് മില്ലർ എന്താക്കി മാറ്റി മക്കളെ? കൈനറ്റിനാക്കി മാറ്റി. എന്താക്കിയാ മാറ്റിയേ? കൈനറ്റിനാക്കി മാറ്റി. ഇതാണ് മില്ലറിന്റെ റോള്. ഇതാണ് സ്കൂഗിന്റെ റോള്. രണ്ട് ടൈപ്പ് ഉണ്ട് മക്കളെ സൈറ്റോകൈനിൻ. നാച്ചുറൽ ഉണ്ട്, സിന്തറ്റിക് ഉണ്ട്. നാച്ചുറലിന്റെ പേരാണ് സിയാറ്റിൻ. സിന്തറ്റിക്കിന്റെ പേരാ കൈനറ്റിൻ. മില്ലറാണ് കൈനറ്റിൻ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. മനുഷ്യന്മാരുണ്ടാക്കിയെടുത്താൽ സിന്തറ്റിക്, നാച്ചുറലി പ്ലാന്റിൽ കണ്ടാൽ എന്താ? നാച്ചുറൽ എന്നാ വിളിക്കാം. മനുഷ്യന്മാരുണ്ടാക്കിയ സിന്തറ്റിക് എന്ന് വിളിക്കും. നാച്ചുറൽ സൈറ്റോകൈനിന്റെ പേര് സിയാറ്റിൻ, സിന്തറ്റിക് സൈറ്റോകൈനിന്റെ പേര് കൈനറ്റിൻ. സിയാറ്റിൻ എവിടൊക്കെയാ കാണുക? തേങ്ങാപ്പാലിലുണ്ട്. കോൺ കേണൽസ് എന്ന് പറഞ്ഞാൽ മെയ്സ്, ചോളം. കോൺ കേണൽസ് എന്ന് പറഞ്ഞാൽ ചോളമാട്ടോ. ചോളത്തിലും സിയാറ്റിൻ ഉണ്ട്, തേങ്ങാപ്പാലിലും സിയാറ്റിൻ ഉണ്ട്. കൈനറ്റിൻ എവിടെ കാണുക? കൈനറ്റിൻ മത്തിന്റെ ഉള്ളിലെ കാണാം, മത്തിന്റെ ഉള്ളില്. കൈനറ്റിന്റെ വേറൊരു പേരാണ് N6 ഫർഫുറൈൽ ലമിനോപ്യൂരിൻ. കൈനറ്റിന്റെ വേറൊരു പേര് ചോദിക്കും മക്കളെ, N6 ഫർഫുറൈൽ അമിനോപ്യൂരിൻ. N6 ഫർഫുറൈൽ അമിനോപ്യൂരിൻ. കൈനറ്റിന്റെ വേറൊരു പേരെന്താ? N6 ഫർഫുറൈൽ അമിനോപ്യൂരിൻ. ഫുർഫുറൈനോ ഫർഫുറൈനോ എന്തും വിളിക്കാട്ടോ മക്കളെ. എന്തൊക്കെയാണ് ഇവരുടെ ഫംഗ്ഷൻ കാണാതെ പഠിച്ചോ. സെൽ ഡിവിഷൻ പ്രൊമോട്ട് ചെയ്യും. സൈറ്റോകൈൻ്റെ പണി എന്താ? സെൽ ഡിവിഷൻ പ്രൊമോട്ട് ചെയ്യും. ന്യൂ ലീഫ് ഫോർമേഷൻ, പ്ലാന്റിൽ പുതിയ ലീഫ് ഉണ്ടാകാൻ സഹായിക്കും. ഈ പുതിയ ലീഫിൽ പുതിയ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാകാനും സഹായിക്കും. പുതിയ ലീഫ് ഉണ്ടാകാൻ സഹായിക്കും. ആ ലീഫിൽ പുതിയ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാകാനും സഹായിക്കുമെങ്കിലേ ഫോട്ടോസിന്തസിസ് നടക്കുകയുള്ളൂ. അടുത്ത ഡിലേ ലീഫ് സെനിസൻസ്. എന്താ ഫ്രൂട്ട് സെനിസൻസ്? ഫ്രൂട്ട് വയസ്സാകുക. അത് ഡിലേ ആക്കുന്നത് ആരാ? ഫ്രൂട്ട് സെനിസൻസ് ഡിലേ ആക്കുന്ന ആരാ? ഡിലേ ഫ്രൂട്ട് സെനിസൻസ്. ഫ്രൂട്ട്സിനെ പതുക്കെ വയസ്സായിപ്പിക്കും. ആരാ? ഗിബർലിക് ആസിഡ്. എന്നാൽ ലീഫ് സെനിസൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ലീഫ് പതുക്കെ വയസ്സാകുന്നു. ലീഫ് വയസ്സാകുന്നതാ ലീഫ് സെനിസൻസ്. അത് ഡിലേ ആക്കാന്ന് പറഞ്ഞാൽ എന്താ? പതുക്കെ ലീഫിനെ വയസ്സാക്കിപ്പിക്കുള്ളൂ. അതാരുടെ പണിയാ? സൈറ്റോകൈന്റെ പണിയാ. ഡിലേ ഫ്രൂട്ട് സെനിസൻസ് ഗിബർലിക് ആസിഡിന്റെ പണിയാ. ഡിലേ ലീഫ് സെനിസൻസ് ആരുടെ പണിയാ?
സൈറ്റോകൈൻ്റെ പണിയാ. ഡിലേ ഫ്രൂട്ട് സെനിസൻസ് ഗിബർലിക് ആസിഡിന്റെ പണിയാ. ഡിലേ ലീഫ് സെനിസൻസ് സൈറ്റോകൈൻ്റെ പണിയാ. അടുത്തെന്താ? പ്രൊമോട്ട് ന്യൂട്രിയന്റ് മൊബിലൈസേഷൻ ടു ലീഫ്. പ്രൊമോട്ട് ന്യൂട്രിയന്റ് മൊബിലൈസേഷൻ. എന്ത് ഈ ന്യൂട്രിയന്റ് മൊബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു പ്ലാന്റ് ആന്നിരിക്കട്ടെ മക്കളെ. ഇതാ പ്ലാന്റിന്റെ ലീഫ് ആന്നിരിക്കട്ടെ. ഇതാ പ്ലാന്റിന്റെ റൂട്ടാണ് കേട്ടോ മക്കളെ. റൂട്ട് ഇതാണ് സോയില്. ഈ സോയിലിന്റെ റൂട്ട് ഉണ്ടല്ലോ, റൂട്ടിൽ കുറെ ഹെയർ ഉണ്ടല്ലോ, റൂട്ട് ഹെയർസ്. റൂട്ട് നേരെ വാട്ടറിനെ മിനറൽസിനെ അബ്സോർബ് ചെയ്യും. വാട്ടർ പ്ലസ് മിനറൽസിനെ അബ്സോർബ് ചെയ്യും റൂട്ട്. വാട്ടർ മിനറൽസിനെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുക? ന്യൂട്രിയൻസ് എന്ന് വിളിക്കുക. എന്ത് വിളിക്കുക? ന്യൂട്രിയൻസ്. വാട്ടർ മിനറൽസിനെ ചേർത്ത് നമ്മൾ എന്ത് വിളിക്കും? ന്യൂട്രിയൻസ്. ഈ റൂട്ട് വലിച്ചെടുക്കുന്ന ന്യൂട്രിയൻസ് ഉണ്ടല്ലോ, ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ വാട്ടർ പ്ലസ് മിനറൽസ്. ഈ ന്യൂട്രിയൻസിനെ സൈറ്റോകൈൻ എന്താ ചെയ്യുന്ന അറിയാമോ? ന്യൂട്രിയൻസിനെ നേരെ എങ്ങോട്ടേക്കാണ് എത്തിക്കുക? ലീഫിലേക്ക് എത്തിക്കും. റൂട്ട് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന ന്യൂട്രിയൻസിനെ സൈറ്റോകൈൻ എങ്ങോട്ടാ മൊബിലൈസ് ചെയ്യിപ്പിക്കുക? മൊബിലൈസ് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യിപ്പിക്കുക. മൊബിലൈസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മൂവ് ചെയ്യിപ്പിക്കുക. സൈറ്റോകൈൻ എന്ത് ചെയ്യും? റൂട്ട് വലിച്ചെടുക്കുന്ന ന്യൂട്രിയൻസിനെ മൂവ് ചെയ്യിപ്പിക്കും. എങ്ങോട്ടേക്ക്? ലീഫിലേക്ക്. ഈ റൂട്ട് വലിച്ചെടുക്കുന്ന ന്യൂട്രിയൻസിനെ സൈറ്റോകൈൻ മൂവ് ചെയ്യിപ്പിക്കും, മൊബിലൈസ് ചെയ്യിപ്പിക്കും. എങ്ങോട്ടേക്ക്? ലീഫിലേക്ക്. ഇങ്ങനെ എപ്പോഴും ലീഫിലേക്ക് എന്തു വരും? ന്യൂട്രിയൻസ്. എപ്പോഴും ന്യൂട്രിയൻസ് വരുന്ന കാരണമാണ് ഈ ലീഫ് വേഗം വയസ്സാകാത്തത്. ഡിലേ ലീഫ് സെനിസൻസ്. പതുക്കെ വയസ്സാകുള്ളൂ, കാരണം അവന് വേണ്ട ഫുഡ് കിട്ടിക്കൊണ്ടിരിക്കല്ലേ. അപ്പൊ അവന് ഉഷാറായിട്ട് കുറെ നാൾ നിൽക്കും. വേഗം വയസ്സാകില്ല, പതുക്കെ വയസ്സാകുള്ളൂ. ഡിലേ ലീഫ് സെനിസൻസ്. അപ്പൊ എന്താ? റൂട്ട് വലിച്ചെടുക്കുന്ന ന്യൂട്രിയൻസിനെ സൈറ്റോകൈൻ നേരെ എങ്ങോട്ടേക്ക് എത്തിക്കും? ലീഫിലേക്ക് എത്തിക്കും. എത്തിക്കുന്നതിന്റെ പേരാണ് മൊബിലൈസേഷൻ. ഓക്കെ മക്കളെ, ഇത്രയാണ് സൈറ്റോകൈൻ്റെ പഠിക്കാനുള്ളത്. ഇതൊക്കെ NCERT എല്ലാ പൊന്നും ഞാൻ പറയുന്നുണ്ട്. NCERT സകല പൊന്നും നമ്മൾ പറയുന്നുണ്ട് ഫംഗ്ഷൻസിൽ കേട്ടോ. ഇനി അബ്സിസിക് ആസിഡിനെ കുറിച്ച് പറയാം. അബ്സിസിക് ആസിഡിന്റെ വേറൊരു പേരെന്താ? സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കുക. ഗ്യാസ് ഹോർമോൺ ആരാ? എഥിലീന. സ്ട്രെസ് ഹോർമോൺ ആരാ? അബ്സിസിക് ആസിഡാ. ഇനി ഒരു കാര്യം പറയട്ടെ. രണ്ട് ഹോർമോണുകൾ ഉണ്ടെന്നിരിക്കട്ടെ, A, B, രണ്ട് ഹോർമോണിന് ഓപ്പോസിറ്റ് ഫംഗ്ഷനാ. A എന്താണോ ചെയ്യുക അതിന്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷനാ B ചെയ്യുക. രണ്ട് ഹോർമോണുകൾക്ക് ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ആന്റഗോണിസ്റ്റ് ഹോർമോൺ. എന്താ വിളിക്കുക? ആന്റഗോണിസ്റ്റ് ഹോർമോൺ. മക്കളെ, രണ്ട് ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ, രണ്ട് ഹോർമോണുകൾക്ക് ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ആന്റഗോണിസ്റ്റ് ഹോർമോൺ അല്ലെങ്കിൽ ആന്റഗോണിസ്റ്റിക് ഹോർമോൺ. ആന്റഗോണിസ്റ്റിക് ഹോർമോൺ എന്നും വിളിക്കും. ആന്റഗോണിസ്റ്റ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ആന്റഗോണിസ്റ്റിക് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ ആന്റഗോണിസ്റ്റിക് ഹോർമോൺ എന്ന് വിളിക്കാം. എന്നാൽ എൻ്റെ പൊന്നു മക്കളെ, രണ്ട് ഹോർമോണിന് സെയിം ഫംഗ്ഷൻ ആണെന്നിരിക്കട്ടെ. രണ്ട് ഹോർമോണുകൾക്ക് സെയിം ഫംഗ്ഷൻ ആണെങ്കിൽ വിളിക്കുന്ന പേരാണ് സിനർജിസ്റ്റിക് ഹോർമോൺ. എന്താ വിളിക്കുക? സിനർജിസ്റ്റിക് ഹോർമോൺ എന്നാ വിളിക്കുക. രണ്ട് ഹോർമോണുകൾക്ക് ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ ആന്റഗോണിസ്റ്റിക് ഹോർമോൺ. രണ്ട് ഹോർമോണുകൾക്ക് സെയിം ഫംഗ്ഷൻ ആണെങ്കിൽ സിനർജിസ്റ്റിക് ഹോർമോൺ എന്നാ വിളിക്കുക. സിനർജിസ്റ്റിക് ഹോർമോൺ. ആന്റഗോണിസ്റ്റിക് ഹോർമോൺ എക്സാമ്പിൾ അബ്സിസിക് ആസിഡ്, ഗിബർലിക് ആസിഡ്. രണ്ടും ഓപ്പോസിറ്റ് ഫംഗ്ഷനാ. അബ്സിസിക് ആസിഡ് സീഡ് ജെർമിനേഷൻ തടയുക. സീഡ് ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സീഡ് മുളയ്ക്കല്. സീഡ് മുളയ്ക്കാതിരിക്കാൻ ആര് നോക്കുക? അബ്സിസിക് ആസിഡ്. എന്നാൽ സീഡ് ജെർമിനേറ്റ് ആകാൻ ആര് നോക്കുക? ഗിബർലിക് ആസിഡ്. അബ്സിസിക് ആസിഡ് സീഡ് ജെർമിനേഷനെ കുറയ്ക്കും, സീഡിനെ ജെർമിനേറ്റ് ചെയ്യാൻ, മുളയ്ക്കാൻ സമ്മതിക്കില്ല. ഗിബർലിക് ആസിഡോ സീഡിനെ ജെർമിനേറ്റ് ചെയ്യാൻ സഹായിക്കുക ചെയ്യുക. രണ്ടും ഓപ്പോസിറ്റ് ഫംഗ്ഷനിലോട് എന്ത് വിളിക്കും? ആന്റഗോണിസ്റ്റിക് ഹോർമോൺ എന്ന് വിളിക്കും. ഓക്സിൻ നോക്കി എപ്പിക്കൽ ഡോമിനൻസിനെ കൂട്ടാനാ നോക്കുക, എന്നാൽ സൈറ്റോകൈനിനോ എപ്പിക്കൽ ഡോമിനൻസിനെ കുറയ്ക്കാനാ നോക്കുക. അപ്പൊ ഈ രണ്ട് ഹോർമോണുകൾ ആരാ? ആന്റഗോണിസ്റ്റിക് ഹോർമോണുകളാ. ആന്റഗോണിസ്റ്റിക് ഹോർമോണുകൾക്ക് രണ്ട് എക്സാമ്പിൾ ആണ് പറയുന്നത്: അബ്സിസിക് ആസിഡ്, ഗിബർലിക് ആസിഡ്, ഓക്സിന്, സൈറ്റോകൈനിന്. ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അബ്സിസിക്കാന്റെ പണി എന്താ? സ്ട്രെസ് ഹോർമോൺ. സീഡ് ജെർമിനേഷനെ തടയും. ഇവരാണെങ്കിൽ ഇവരെന്താ ചെയ്യാ? സീഡിനെ മുളപ്പിക്കാനേ സമ്മതിക്കില്ല. സീഡ് മുളയ്ക്കുന്നതിന്റെ പേരാണ് സീഡ് ജെർമിനേഷൻ. സീഡ് ജെർമിനേറ്റ് ചെയ്യാനേ സമ്മതിക്കില്ല.
സീഡ് ജെർമിനേറ്റ് ചെയ്യാത്ത കാരണം എന്താ പറ്റുക? മണ്ണിൽ കുറേ നാളിങ്ങനെ സീഡ് കിടക്കും, റെസ്റ്റ് എടുക്കും. കുറേ നാൾ മണ്ണിൽ സീഡ് റെസ്റ്റ് എടുക്കും. ഈ റെസ്റ്റ് എടുക്കുന്ന പീരീഡ് ഉണ്ടല്ലോ, ഈ റെസ്റ്റ് എടുക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുക? സീഡ് ഡോർമൻസി. മണ്ണിൽ സീഡ് കിടക്കും, പക്ഷെ സീഡ് മുളയ്ക്കില്ല. സീഡ് മണ്ണിൽ മുളയ്ക്കാതെ കിടക്കുന്നതിന് വിളിക്കുന്ന പേരാ സീഡ് ഡോർമൻസി. ഈ സീഡ് ഡോർമൻസിക്ക് കാരണക്കാരനായ ഹോർമോൺ ആരാ? അബ്സിസിക് ആസിഡ്. അബ്സിസിക് ആസിഡ് സീഡിന്റെ ഉള്ളിൽ കൂടുതലാണെങ്കിൽ, ഒരു മരത്തിന് സീഡ് വീണു, ആ സീഡിന്റെ മണ്ണിൽ വീണു, ആ സീഡിന്റെ ഉള്ളിൽ അബ്സിസിക് ആസിഡ് കൂടുതലാണെന്നിരിക്കട്ടെ. അബ്സിസിക് ആസിഡ് സീഡിന്റെ ഉള്ളിൽ കൂടുതലാണെങ്കിൽ ആ സീഡ് മുളയ്ക്കില്ല, സീഡ് ജെർമിനേറ്റ് ആകില്ല. മണ്ണിൽ കുറേ നാൾ സീഡ് ഇങ്ങനെ റെസ്റ്റ് എടുക്കും, ഇനാക്റ്റീവായിട്ട് വാഴയായിട്ട് മണ്ണിൽ ഇങ്ങനെ കിടക്കും. മണ്ണിൽ ഇങ്ങനെ കിടക്കുന്നതിനാ, മുളയ്ക്കാതെ കിടക്കുന്നതിന് വിളിക്കുന്ന പേരാ സീഡ് ഡോർമൻസി. ഈ സീഡ് ഡോർമൻസിക്ക് കാരണക്കാരനാരാ? അബ്സിസിക് ആസിഡാ. അടുത്തത് ലീഫ്. നമ്മൾ അനാട്ടമി പഠിച്ചിട്ടുണ്ട്. ലീഫിലുള്ള ചെറിയ ഓപ്പണിങ്സ് ഉണ്ട്. ലീഫിലുള്ള ഓപ്പണിങ്ങിന്റെ പേരാണ് എന്ത്? സ്റ്റൊമാറ്റ. ലീഫിലെ ഓപ്പണിങ്ങിന്റെ പേരെന്താ? സ്റ്റൊമാറ്റ. ലീഫിലും സ്റ്റെമ്മിലും കാണും കേട്ടോ. ലീഫിലാണ് മെയിൻ ആയിട്ട് കാണാം, എന്നാലും സ്റ്റെമ്മിലും ഇതേപോലെ ഓപ്പണിങ്സ് ഉണ്ട്. ലെൻഡിൽ സെൽസ് ഒക്കെ ഓപ്പണിംഗ് ആണ്. ലീഫിൽ കാണുന്ന ഓപ്പണിങ്ങിന്റെ പേരാണ് സ്റ്റൊമാറ്റ. ഈ സ്റ്റൊമാറ്റനെ ക്ലോസ് ചെയ്യും, ഈ സ്റ്റൊമാറ്റനെ അടയ്ക്കും. ഏതെങ്കിലും വൃത്തികെട്ട കണ്ടീഷൻ, പ്ലാന്റിന് സഹിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വന്നുന്നിരിക്കട്ടെ, പ്ലാന്റില് ഒരു അൺഫേവറബിൾ, വേണ്ടാത്തൊരു കണ്ടീഷൻ വന്നുന്നിരിക്കട്ടെ, പ്ലാന്റിന് സഹിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വന്നുന്നിരിക്കട്ടെ, അൺഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ അബ്സിസിക് ആസിഡ് എന്ത് ചെയ്യും? ആ സ്റ്റൊമാറ്റനെ ക്ലോസ് ചെയ്യും, സ്റ്റൊമാറ്റനെ അങ്ങ് അടയ്ക്കും. അപ്പൊ പിന്നെ ഗ്യാസുകൾ പോകൂല, വാട്ടർ പോകൂല, അടഞ്ഞിരിക്കും. സ്റ്റൊമാറ്റനെ ക്ലോസ് ചെയ്യുന്ന ഹോർമോൺ ആരാ? അബ്സിസിക് ആസിഡ്. എപ്പോഴാ? അൺഫേവറബിൾ കണ്ടീഷൻ, മോശമായ കണ്ടീഷനില്, വൃത്തികെട്ട കണ്ടീഷനില് സ്റ്റൊമാറ്റനെ അടയ്ക്കും. സ്റ്റൊമാറ്റനെ അടയ്ക്കുന്ന ഹോർമോൺ ആരാ? അബ്സിസിക് ആസിഡാ. ഇവിടുന്ന് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയാമോ? സ്ട്രെസ് ഹോർമോൺ ആരാ? അബ്സിസിക് ആസിഡ്. അബ്സിസിക് ആസിഡിന്റെ ആന്റഗോണിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഹോർമോൺ ഏതാ? ആന്റഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ട്. അബ്സിസിക് ആസിഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാ? ഗിബർലിക് ആസിഡാ. സ്റ്റൊമാറ്റിനെ ക്ലോസ് ചെയ്യുന്ന ഹോർമോൺ ആരാ? അബ്സിസിക് ആസിഡാ. പഠിച്ചു വെച്ചേക്കണം മക്കളെ. അടുത്ത ലാസ്റ്റ് ഹോർമോൺ ആണ് എഥിലീൻ. എഥിലീനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം ഓർത്ത് വെക്കേണ്ട എന്താ? ഗ്യാസ് ഹോർമോൺ ആണ്. നമ്മള് അബ്സിസിക് ആസിഡിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ? ഇറ്റ് ഈസ് സ്ട്രെസ് ഹോർമോൺ എന്നാ പറഞ്ഞേ. എന്നാൽ എഥിലീനെ കുറിച്ച് പഠിക്കുമ്പോൾ ഓർത്ത് വെക്കേണ്ട എന്താ? ഗ്യാസ് രൂപത്തിലുള്ള ഹോർമോണാ. ബാക്കി എല്ലാ ഹോർമോണുകളും ലിക്വിഡ് പോലെ കാണുക, എന്നാൽ ഇവനോ ഗ്യാസ് സ്റ്റേറ്റിലാ കാണുക. ഇവന്റെ മെയിൻ പണി എന്താ അറിയാമോ? റൈപ്പനിങ്ങാ. റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്. ഇവന്റെ മെയിൻ പണി എന്താന്ന് ചോദിച്ചാൽ ഫ്രൂട്ടിനെ റൈപ്പനാക്കുക, പഴിപ്പിക്കുക. ഫ്രൂട്ടിനെ പഴിപ്പിക്കുന്ന ഹോർമോൺ റൈപ്പനിങ് ഹോർമോൺ. ഫ്രൂട്ടുകളെ റൈപ്പ് ഉണ്ടാക്കുന്ന ഹോർമോൺ ആരാ? എഥിലീന. റൈപ്പനിങ് ഹോർമോൺ. അടുത്തെന്താ? പ്രൊമോട്ട് ചെയ്യുന്നു. എന്തിനെ? സെനിസെൻസ്. സെനിസെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൾഡ് ആകാൻ, വയസ്സാകുക. അതേപോലെ അബ്സിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൊഴിയുക. അബ്സിഷൻ എന്ന് പറഞ്ഞാൽ കൊഴിഞ്ഞു പോവുക, കൊഴിയുക. വയസ്സായിപ്പിച്ച് കൊഴിയിപ്പിക്കാൻ സഹായിക്കുന്നു. എന്തിനെ? ഫ്ലവർ, ലീഫ്, ഫ്രൂട്ട്, പ്ലാന്റിന്റെ ഭാഗങ്ങൾ വയസ്സാകാനും ആ വയസ്സായ ഭാഗങ്ങൾ കൊഴിഞ്ഞു പോകാൻ, അബ്സിഷൻ നടത്താനും എഥിലീൻ സഹായിക്കുന്നു. വയസ്സാകുന്നതിന്റെ പേരാണ് സെനിസെൻസ്, കൊഴിയുന്നതിന്റെ പേരാണ് അബ്സിഷൻ. ഈ സെനിസെൻസ് ആയിക്കോട്ടെ അബ്സിഷൻ ആയിക്കോട്ടെ, രണ്ടിനും എഥിലീൻ സഹായിക്കും. ഏതൊക്കെ ഭാഗങ്ങളാ? ഫ്ലവർ, ലീഫ്, ഫ്രൂട്ട്. ഫ്രൂട്ടിൽ ഏതൊക്കെ വരും? ചെറി, വാൾനട്ട്, കോട്ടൺ. ഏതൊക്കെ ഫ്രൂട്ടിനെയാ കൊഴിപ്പിക്കുക? ചെറി, വാൾനട്ട്, കോട്ടൺ. അടുത്ത് നോക്കും മക്കളെ, എപ്പിക്കൽ ഹുക്ക് ഫോർമേഷൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല. ചില ചെടികളുടെ മുകൾ ഭാഗം ഇങ്ങനെ വളഞ്ഞിട്ടിരിക്കും. ചില ചെടിയുടെ മുകൾ ഭാഗം ഇങ്ങനെ വളഞ്ഞിട്ടിരിക്കും, ഇങ്ങനെ കൊളുത്തു പോലെ വളഞ്ഞിട്ടിരിക്കും. ഈ മുകൾ ഭാഗം ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കാന്നറിയാമോ? എപ്പിക്കൽ ഹുക്ക് എന്നാ വിളിക്കുക. എപ്പിക്കൽ എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗം, ഹുക്ക് എന്ന് പറഞ്ഞാൽ വളഞ്ഞിരിക്കുക. ചില ചെടികളുടെ ഏറ്റവും മുകളിലുള്ള ഭാഗം ഇങ്ങനെ വളഞ്ഞിരിക്കും, അതിന്റെ പേരാണ് എപ്പിക്കൽ ഹുക്ക്. ഈ എപ്പിക്കൽ ഹുക്ക് ആ ചെടികളിൽ ഉണ്ടാകാൻ കാരണം ആരാ? എഥിലീൻ. അപ്പൊ ഒന്നുകൂടെ പറ. എഥിലീൻ ഗ്യാസ് ഹോർമോൺ ആണ്, ഫ്രൂട്ടിനെ പഴിപ്പിക്കും, റൈപ്പനിങ് ഹോർമോൺ ആണ്. പ്ലാന്റ് ഭാഗങ്ങൾ, ഫ്ലവർ, ലീഫ്, ഫ്രൂട്ട്, അതൊക്കെ വയസ്സായിട്ട് സെനിസെൻസ് ആയിട്ട് കൊഴിഞ്ഞു പോകാൻ, അബ്സിഷൻ നടത്താൻ സഹായിക്കുന്നു. എപ്പെക്സ് മുകൾ ഭാഗം ഹുക്ക് പോലെയാകും. ഏതൊക്കെ ഫ്രൂട്ടുകളെ കൊഴിപ്പിക്കുക? ചെറി, വാൾനട്ട്, കോട്ടൺ, അതേപോലുള്ള ഫ്രൂട്ടുകളെയാ. എന്താ പ്രത്യേകത അറിയാം? നിങ്ങളെ ഒരു പച്ച ഫ്രൂട്ട്, പച്ച എന്ന് പറയുന്നത് റൈപ്പൻ ആകാത്ത ഫ്രൂട്ട്, അൺറൈപ്പൻഡ് ഫ്രൂട്ട്,
അൺറൈപ്പൻഡ് ഫ്രൂട്ട്. എന്താ അൺറൈപ്പൻഡ് എന്ന് പറഞ്ഞാൽ? പഴുക്കാത്ത ഫ്രൂട്ട്. ഒരു പഴുക്കാത്ത ഫ്രൂട്ടിലേക്ക് നിങ്ങൾ എന്താ അടിച്ചു കൊടുത്തു? എഥിലീൻ അടിച്ചു കൊടുത്തു എന്നിരിക്കട്ടെ. ഒരു പഴുക്കാത്ത ഫ്രൂട്ടിലേക്ക് നിങ്ങൾ എഥിലീൻ അടിച്ചാൽ ആ എഥിലീൻ ആദ്യം എന്താ ചെയ്യാന്നറിയാമോ? ആദ്യം ആ ഫ്രൂട്ടിന്റെ റെസ്പിറേഷൻ വേഗത്തിലാക്കും, റെസ്പിറേഷന്റെ സ്പീഡ് കൂട്ടും, റെസ്പിറേഷന്റെ വേഗത കൂട്ടും. റെസ്പിറേഷന്റെ വേഗത കൂടുമ്പോൾ എന്താ സംഭവിക്കുക? റെസ്പിറേഷൻ വഴിയാണല്ലോ എനർജി ഉണ്ടാകുക. റെസ്പിറേഷന്റെ വേഗത കൂടുമ്പോഴോ എനർജി വേഗം ഉണ്ടാകും, എനർജി ആ ഫ്രൂട്ടിനുള്ളിൽ ഉണ്ടാകും. ആ എനർജി ഉപയോഗിച്ചിട്ടാണ് എഥിലിൻ ഈ ഫ്രൂട്ടിനെ പഴിപ്പിക്കുക. നിങ്ങളുടെ കയ്യിൽ ഒരു പച്ച ഫ്രൂട്ട് ഉണ്ടെന്നിരിക്കട്ടെ, ഈ പച്ച ഫ്രൂട്ടിലേക്ക് എഥിലിൻ ഒഴിച്ചു കൊടുക്കുക. പച്ച ഫ്രൂട്ടിലേക്ക് എഥിലിൻ അടിച്ചു കൊടുക്കുമ്പോൾ എന്താ എഥിലിൻ ആദ്യം ചെയ്യുക? ആ ഫ്രൂട്ടിന്റെ ഉള്ളിലെ സെല്ലുകളുടെ ഉള്ളിലെ റെസ്പിറേഷൻ വേഗത്തിലാക്കും. റെസ്പിറേഷൻ വേഗത്തിലാകുമ്പോൾ എന്താ പ്രത്യേകത? റെസ്പിറേഷൻ വഴി എനർജി ഉണ്ടാകുക. റെസ്പിറേഷൻ വേഗത്തിൽ നടക്കുമ്പോഴോ വേഗം എനർജി ഉണ്ടാകും. ആ ഉണ്ടായ എനർജി വെച്ചിട്ടാണ് എഥിലിൻ ആ ഫ്രൂട്ടിനെ പഴിപ്പിക്കുക. അപ്പൊ എഥിലിന്റെ ആദ്യത്തെ പണി എന്താ? ഫ്രൂട്ടിന്റെ ഉള്ളിലെ റെസ്പിറേഷന്റെ സ്പീഡ് കൂട്ടുക, റെസ്പിറേഷന്റെ റേറ്റ് കൂട്ടുക. അപ്പൊ ഇൻക്രീസ് ഇൻ റേറ്റ് ഓഫ് റെസ്പിറേഷൻ ഇൻ ഫ്രൂട്ട് ബൈ ദ ആക്ഷൻ ഓഫ് എഥിലീൻ. എഥിലീന്റെ ആക്ഷൻ കൊണ്ട് ഫ്രൂട്ടിന്റെ ഉള്ളിലെ റെസ്പിറേഷന്റെ സ്പീഡ്, റേറ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡ് കൂടുന്നു. അതിനെ നമ്മൾ എന്ത് വിളിക്കുക? റെസ്പിറേറ്ററി ക്ലൈമാറ്റിക്. റെസ്പിറേറ്ററി ക്ലൈമാറ്റിക് എന്നോ ക്ലൈമാക്ടെറിക് എന്നോ വിളിക്കാറുണ്ട് കേട്ടോ. NCERTയിൽ റെസ്പിറേറ്ററി ക്ലൈമാറ്റിക് എന്നാണ്. അങ്ങനെ പഠിച്ചാൽ മതി. സാറേ, ഒരു ഫ്രൂട്ടിലേക്ക് നിങ്ങൾ എഥിലീൻ അടിച്ചു കൊടുത്താൽ എന്താ പറ്റുക? എഥിലീൻ പോയിട്ട് ആ ഫ്രൂട്ടിന്റെ കോശങ്ങളുടെ ഉള്ളിലെ റെസ്പിറേഷന്റെ വേഗത കൂട്ടും. എന്താ റെസ്പിറേഷൻ? എനർജി ഉണ്ടാക്കുന്ന പ്രക്രിയ. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചല്ലോ. ഗ്ലൈക്കോളൈസിസ്, ക്രെബ്സ് സൈക്കിൾ, ലിങ്ക് റിയാക്ഷൻ, ETS, ഇതൊക്കെയാണ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ. ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ സ്പീഡ് കൂട്ടും. അപ്പൊ വേഗം എനർജി ഉണ്ടാകും. ആ എനർജി വെച്ചാണ് എഥിലീൻ ഫ്രൂട്ടിനെ പഴിപ്പിക്കുക. അപ്പൊ എഥിലീൻ അടിച്ചു കൊടുത്താൽ ഫ്രൂട്ടിന്റെ ഉള്ളിലെ റെസ്പിറേഷന്റെ വേഗത കൂടും. ഈ റെസ്പിറേഷന്റെ വേഗത കൂടുന്നതിന് വിളിക്കുന്ന പേരാ റെസ്പിറേറ്ററി ക്ലൈമാറ്റിക്. ഇതിന് കാരണക്കാരനായ ഹോർമോൺ ആരാ? എഥിലീനാണ് മക്കളെ, എഥിലീൻ. അടുത്തെന്താ? എഥിലീൻ പൈനാപ്പിളിലും മാംഗോയിലും ഫ്ലവർ ഉണ്ടാക്കും. പൈനാപ്പിളിൽ ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു ഹോർമോൺ ഉണ്ട്. ആരാ? പൈനാപ്പിളിൽ ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റുന്ന ഇതേപോലെ വേറൊരു ഹോർമോൺ ഉണ്ട്. ആരാ മക്കളെ? ആരാ? എഥിലീൻ, ഓക്സിൻ ആണ്. ഓക്സിന്റെ ഒരു പണിയാണ് പ്രൊമോട്ട് ഫ്ലവറിങ് ഇൻ പൈനാപ്പിൾ. ഓക്സിനും പൈനാപ്പിളിൽ ഫ്ലവർ ഉണ്ടാക്കും. അതേപോലെ നമ്മുടെ എഥിലീനും എന്ത് ചെയ്യും? പൈനാപ്പിളിൽ ഫ്ലവർ ഉണ്ടാക്കും. പിന്നെ റൂട്ടിന്റെ ഗ്രോത്ത്, റൂട്ട് നല്ല പോലെ വളരാനും റൂട്ടിന്റെ മുകളിൽ റൂട്ട് ഹെയർ ഉണ്ടാകാനും സഹായിക്കും. റൂട്ട് ഗ്രോത്ത്, റൂട്ട് ഹെയർ ഫോർമേഷൻ, ഇത് രണ്ടും ഓക്സിന്റെ പണിയും കൂടാണ് കേട്ടോ. ഇത് ഓക്സിന്റെ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൂട്ടിങ് സ്റ്റെം കട്ടിങ്, മുറിച്ച് വെച്ച സ്റ്റെമ്മിൽ റൂട്ട് ഉണ്ടാക്കുന്ന ഓക്സിന്റെ പണിയാ. ഇതേപോലെ റൂട്ട് ഗ്രോത്ത് ആരുടെ പണിയാ? എഥിലീന്റെ പണിയാ. പൈനാപ്പിളിലെ ഫ്ലവർ ഉണ്ടാക്കുന്നത് ഓക്സിന്റെയും എഥിലീന്റെ പണിയാ. പൈനാപ്പിളിൽ ഫ്ലവർ ഉണ്ടാക്കാനും ഓക്സിനും എഥിലീനും വേണം. ഒരു പ്ലാന്റിന്റെ റൂട്ടിന്റെ ഗ്രോത്തിനും ആര് വേണം? ഓക്സിനും എഥിലീനും വേണം. ഈ ഫംഗ്ഷൻ ഓക്സിന്റെ ഫംഗ്ഷനായിട്ട് വേണമെങ്കിൽ എഴുതാം. ഓക്സിന്റെയും പ്ലസ് എഥിലീന്റെയും രണ്ടിന്റെ ഫംഗ്ഷനായിട്ട് ഇത് രണ്ടും വരും കേട്ടോ. റൂട്ട് ഗ്രോത്ത് ആൻഡ് റൂട്ട് ഹെയർ ഫോർമേഷൻ, പ്രൊമോട്ട് ഫ്ലവറിങ് ഇൻ പൈനാപ്പിൾ. മാംഗോയിൽ ഫ്ലവർ ഉണ്ടാകാൻ ഓക്സിൻ സഹായിക്കില്ല. മാംഗോയിൽ ഫ്ലവർ ഉണ്ടാകാൻ എഥിലീൻ മാത്രമേ സഹായിക്കുള്ളൂ. പൈനാപ്പിൾ ആകുമ്പോഴേ രണ്ടും വരിക. ശ്രദ്ധിച്ചോ. സീഡ് ഡോർമൻസി എന്ന് പറഞ്ഞാൽ എന്താ? സീഡ് മുളയ്ക്കാതെ കിടക്കുന്ന അവസ്ഥ. സീഡ് മണ്ണിൽ ഇങ്ങനെ വെറുതെ കിടക്കുക. സീഡ് മണ്ണിൽ വെറുതെ കിടക്കുന്നതിന്റെ പേരാ സീഡ് ഡോർമൻസി. അത് ബ്രേക്ക് ചെയ്യും. അതിന്റെ അർത്ഥം എന്താ? സീഡ് മണ്ണിൽ മുളയ്ക്കാതെ കിടക്കുന്നതിന്റെ പേരാണ് സീഡ് ഡോർമൻസി. അത് ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? സീഡിനെ മുളപ്പിക്കാൻ ശ്രമിക്കും. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കും. സീഡ് മണ്ണിൽ വെറുതെ കിടന്നാൽ സീഡ് ഡോർമൻസി. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ലാതാക്കും, സീഡിനെ മുളപ്പിക്കും. ബ്രേക്ക് സീഡ് ഡോർമൻസി, സീഡ് ഡോർമൻസിയെ ഇല്ലാതാക്കുന്നു, സീഡിനെ മുളപ്പിക്കുന്നു. എവിടെയാണെന്നറിയാമോ? പീനട്ടിന്റെ സീഡില്. പീനട്ട് എന്ന് പറഞ്ഞാൽ കടല, എന്താ പറയാ, നമ്മുടെ നാട്ടിൽ എന്താ കടല മിഠായി, എന്താ അതിന് വിളിക്കുക? നിങ്ങളുടെ നാട്ടിൽ എന്താ വിളിക്കാന്ന് എനിക്കറിയില്ല. കപ്പലണ്ടി എന്നൊക്കെ ഇടയ്ക്ക് വിളിക്കും, കപ്പലണ്ടി എന്നൊക്കെ വിളിക്കും ചില സ്ഥലങ്ങളിൽ. പീനട്ടിന്റെ സീഡിന്റെ ഡോർമൻസി ഇല്ലാണ്ടാക്കും. അടുത്ത് ബഡ് ഡോർമൻസി എന്ന് പറഞ്ഞാൽ എന്താ? ബഡ് മുളയ്ക്കാത്ത അവസ്ഥ ബഡ് ഡോർമൻസി. അതില്ലാതാക്കുന്നതിന്റെ പേരെന്താ? ബ്രേക്ക് ബഡ് ഡോർമൻസി. ബഡിനെ മുളയ്ക്കാൻ സമ്മതിക്കും. എവിടെയാ? പൊട്ടറ്റോന്റെ ബഡില്. ഇത് രണ്ടും ആരുടെ പണിയാ? എഥിലീന്റെ പണിയാ. ഇതാണ് മക്കളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ. എഥിലീന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ എന്താണെന്നറിയാമോ? ശ്രദ്ധിച്ചോ.
ഒരു പാടമുണ്ട് കേട്ടോ. ആ പാടത്തിൽ നെൽച്ചെടി ഉണ്ട്. പാടത്തിൽ നെൽച്ചെടി ഉണ്ട്. നെൽച്ചെടി വളരുകയാണ് കേട്ടോ ആ പാടത്തിൽ. പക്ഷെ മഴ വന്നു എന്നിരിക്കട്ടെ. മഴ വരുമ്പോൾ എന്താ പറ്റുക? വരുമ്പോൾ എന്താ പറ്റുകയെന്നറിയാമോ? ഈ നെൽച്ചെടിന്റെ മുകളിൽ ഫുൾ എന്തായി? വാട്ടറായി. നെൽച്ചെടിന്റെ സകല ഇലകളും വാട്ടറിന്റെ ഉള്ളിലായി. ഈ സകല ഇലകളും വാട്ടറിന്റെ ഉള്ളിലാകുമ്പോൾ എന്താ പ്രത്യേകത? ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ നേരെ ലീഫിന്റെ ഉള്ളിൽ വരില്ല. ഓക്സിജൻ ഇല്ലെങ്കിൽ പ്ലാന്റിന്റെ ഉള്ളിൽ എന്ത് നടക്കില്ല? റെസ്പിറേഷൻ വെച്ചിട്ടാണ്. ഓക്സിജൻ വെച്ച റെസ്പിറേഷൻ നടത്തുക, കാർബൺ ഡയോക്സൈഡ് വെച്ച ഫോട്ടോസിന്തസിസ് നടത്തുക. ആദ്യം നമ്മുടെ പുരയിടത്തില് നമ്മുടെ പറമ്പിൽ എന്തുണ്ട്? നെല്ലുണ്ട്. മഴവെള്ളം കയറിയപ്പോൾ എന്താ പറ്റിയേ? വെള്ളം ഫുള്ള് കൂടി വെള്ളം നല്ല പോലെ അങ്ങോട്ട് പാടത്തങ്ങോട്ട് നിറഞ്ഞു. അപ്പം നമ്മുടെ നെൽച്ചെടികൾ വെള്ളത്തിന്റെ അടിയിലാകുമ്പോൾ എന്താ പ്രത്യേകത? അന്തരീക്ഷത്തിൽ നിന്നുള്ള ഓക്സിജൻ ലീഫിന്റെ ഉള്ളിൽ കയറില്ല. ലീഫിന്റെ ഉള്ളിൽ ഓക്സിജൻ ഇല്ലെങ്കിലോ സെല്ലുകൾ റെസ്പിറേഷൻ നടക്കില്ല. അപ്പൊ എന്തില്ല? റെസ്പിറേഷൻ നടന്നാലേ എനർജി ഉണ്ടാകൂ. റെസ്പിറേഷൻ നടന്നില്ലെങ്കിൽ എനർജി ഉണ്ടാകില്ല. എനർജി ഇല്ലാത്ത കാരണം എന്ത് ചെയ്യും? പ്ലാന്റ് വാടിപ്പോകാൻ തുടങ്ങും. അപ്പൊ എന്തു പറ്റണം? നമുക്ക് എന്തു പറ്റണം? എങ്ങനെയെങ്കിലും വെള്ളം ഇങ്ങനെ കെട്ടി നിന്നാലും ഈ ലീഫ് എങ്ങനെയെങ്കിലും ഈ വെള്ളത്തിന്റെ പുറത്തേക്ക് വരണം. ലീഫ് വെള്ളത്തിന്റെ പുറത്തേക്ക് എങ്ങനെയൊക്കെ വരാം? നിങ്ങൾ തന്നെ ചിന്തിക്കേ. സാറേ, ഇതാണ് എൻ്റെ പറമ്പ്. നെല്ലാട്ടോ, വയലാണ്. ഇതെന്താ? നോഡിൽ നിന്ന് എന്തിറങ്ങും? ലീഫ് ഇറങ്ങി. ലീഫ് ഈ കണക്ഷന്റെ പേരെന്താ? പീറ്റിയോൾ എന്നാ വിളിക്കുക നമ്മൾ. ഈ കണക്ഷന്റെ പേര് പീറ്റിയോൾ. ഇത് അടുത്ത നോഡാണ്. ഇതിൽ നിന്ന് എന്തിറങ്ങി? അടുത്ത ലീഫ് ഇറങ്ങി. ഈ കണക്ഷന്റെ പേരെന്താ? പീറ്റിയോൾ എന്നാ വിളിക്കുക. 2 പീറ്റിയോളിനിടയ്ക്കുള്ള ഗ്യാപ്പിന്റെ പേരെന്താ? 2 പീറ്റിയോൾ, സോറി, 2 ഈ നോഡ് 2 നോഡിനിടയ്ക്കുള്ള ഗ്യാപ്പിന്റെ പേരാണ് എന്ത്? 2 നോഡിനിടയ്ക്കുള്ള ഗ്യാപ്പിന്റെ പേരാണ് ഇന്റർനോഡ്. അപ്പൊ ഈ 2 നോഡിനിടയ്ക്ക് നോക്കിയിരുന്നോ? ഈ 2 നോഡിനിടയ്ക്കുള്ള സ്ഥലത്തിന്റെ പേര് ഇന്റർനോഡ്. ഈ കണക്ഷന്റെ പേര് പീറ്റിയോൾ. ഇത്ര ഓർമ്മയുണ്ടല്ലോ. മഴവെള്ളം വന്നപ്പോ എന്താ പറ്റിയേ? ആ വയലേലെ ഫുള്ള് വെള്ളത്തിനടിയിലായി, വാട്ടറിനടിയിലായി പോയി നമ്മുടെ നെൽച്ചെടി. അപ്പൊ അന്തരീക്ഷത്തിൽ നിന്നുള്ള ഓക്സിജൻ നേരെ എങ്ങോട്ട് കയറില്ല? ലീഫിലേക്ക് കയറില്ല. ഓക്സിജൻ കയറിയില്ലെങ്കിൽ റെസ്പിറേഷൻ നടക്കില്ല, എനർജി ഉണ്ടാക്കില്ല, ചെടി ഇത് പോകും, വാടിപ്പോകും. അപ്പൊ നമ്മുടെ പണി എന്താ? എങ്ങനെയെങ്കിലും ഈ ലീഫ് എന്ത് ചെയ്യണം? പുറത്തേക്ക് വരണം. ലീഫ് പുറത്തേക്ക് വരുമ്പോൾ ഓക്സിജൻ നേരെ ലീഫിന്റെ ഉള്ളിൽ സ്റ്റൊമാറ്റോ വഴി കയറും, റെസ്പിറേഷൻ നടക്കും, എനർജി കിട്ടും, പ്ലാന്റ് വാടാതെ നിന്നോളും. എങ്ങനെയാണ് ഈ ലീഫിനെ പുറത്തേക്ക് കൊണ്ടുവരിക? 2 കണ്ടീഷൻ മതി മക്കളെ. ഒന്നെങ്കിൽ ഈ പീറ്റിയോൾ അങ്ങ് വലുതാക്കുക. പീറ്റിയോൾ വലുതാക്കുമ്പോൾ എന്താ പറ്റുക? ഈ പീറ്റിയോൾ നീളം കൂടുമ്പോൾ എന്താ പറ്റുക? പീറ്റിയോൾ നീളം കൂടുമ്പോൾ എന്ത് പറ്റും? സ്വാഭാവികമായിട്ട് ലീഫ് എന്ത് ചെയ്യും? വാട്ടറിന്റെ സർഫസിൽ നിന്ന് പുറത്തേക്ക് വരും. പീറ്റിയോൾ ആദ്യം ഇത്രേ ഉള്ളൂ, എന്നാൽ പീറ്റിയോളിന്റെ ലെങ്ത് ഇത്രയായി. പീറ്റിയോളിന്റെ ലെങ്ത് കൂടുമ്പോഴോ ലീഫ് പുറത്തേക്ക് വരും, ഓക്സിജൻ കിട്ടും. അല്ലെങ്കിലോ ഇന്റർനോഡിന്റെ ലെങ്ത് കൂട്ടിയാൽ മതി. ഇന്റർനോഡിന്റെ ലെങ്ത് കൂട്ടുമ്പോൾ എന്താ പറ്റുക? ഈ ലെങ്ത് കൂടുമ്പോൾ എന്താ പറ്റുക? സ്വാഭാവികമായിട്ട് പ്ലാന്റ് വലുതാകുമ്പോഴോ ലീഫൊക്കെ പുറത്തേക്ക് വരും. പ്ലാന്റ് വലുതാകുമ്പോഴോ ലീഫ് പുറത്തേക്ക് വരും. അപ്പൊ എങ്ങനെയൊക്കെ ലീഫ് പുറത്തേക്ക് വരുത്താം? ഒന്നെങ്കിൽ പീറ്റിയോളിന്റെ ലെങ്ത് കൂട്ടുക, അല്ലെങ്കിലോ ഇന്റർനോഡിന്റെ ലെങ്ത് കൂട്ടുക. പീറ്റിയോളിന്റെ ലെങ്ത് കൂട്ടുക, അല്ലെങ്കിലോ ഇന്റർനോഡിന്റെ ലെങ്ത് കൂട്ടുക. പീറ്റിയോളിന്റെ ലെങ്ത് കൂട്ടിയാലോ, ഈ കാണുന്ന പീറ്റിയോളിന്റെ ലെങ്ത് കൂട്ടിയാലോ, അല്ലെങ്കിൽ ഇന്റർനോഡിന്റെ ലെങ്ത് കൂട്ടിയാലോ മതി. എന്ത് ചെയ്യും? ലീഫ് പുറത്തേക്ക് വരും, സൊമാറ്റോ വഴി ഓക്സിജൻ കയറും, റെസ്പിറേഷൻ കിട്ടും, നടക്കും, എനർജി ഉണ്ടാവും, പ്ലാന്റ് വാടാതെ നിന്നോളും. ഇങ്ങനെ പീറ്റിയോളിന്റെയും ഇന്റർനോഡിന്റെ ഒക്കെ ലെങ്ത്. ഡീപ്പ് വാട്ടർ റൈസ് പ്ലാന്റ്. എന്താ ഡീപ്പ് വാട്ടർ റൈസ് പ്ലാന്റ്? വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന റൈസ് പ്ലാന്റ്. മഴ പെയ്തിട്ട് നെൽച്ചെടി വെള്ളത്തിന്റെ ഉള്ളിലായി. ഈ വെള്ളത്തിന്റെ ഉള്ളിലായ നെൽച്ചെടിന്റെ പീറ്റിയോളിന്റെ ലെങ്തോ അല്ലെങ്കിൽ ഇന്റർനോഡിന്റെ ലെങ്തോ ഒക്കെ കൂട്ടുന്നത് ആരുടെ പണിയാ? എതിലീന്റെ പണിയാ മക്കളെ. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന നെൽച്ചെടിന്റെ പീറ്റിയോളിന്റെ ലെങ്തോ അല്ലെങ്കിൽ ഇന്റർനോഡിന്റെ ലെങ്തോ കൂട്ടുന്നത് ആരാ? എഥിലീനാണ്. ഓർത്ത് വെച്ചോ. ഇന്റർനോഡ് ഓർ പീറ്റിയോൾ ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ നീളം കൂട്ടുക. ഇൻ ഡീപ്പ് വാട്ടർ റൈസ് പ്ലാന്റ്. വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന റൈസ് ചെടിന്റെ ഇന്റർനോഡിന്റെ പീറ്റിയോളിന്റെ ലെങ്ത് കൂട്ടുന്നത് ആരാ? എഥിലീന മക്കളെ, എഥിലീൻ. അടുത്തെന്താ? കുക്കുംബർ. വെള്ളരിക്കയില് കൂടുതൽ ഫീമെയിൽ ഫ്ലവറിനെ ഉണ്ടാക്കുക. ഫീമെയിൽ ഫ്ലവർ കൂടുതൽ ഉണ്ടായാലേ കൂടുതൽ ഫ്രൂട്ട് ഉണ്ടാകുള്ളൂ. ഫീമെയിൽ ഫ്ലവറുകൾക്കേ ഫ്രൂട്ട് ആകാൻ കഴിവുള്ളൂ. അപ്പം
എഥിലീൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ പറ്റുക? എഥിലീൻ അപ്ലൈ ചെയ്താൽ കുക്കുംബറില് വെള്ളരിക്കയിൽ കൂടുതൽ ഫീമെയിൽ ഫ്ലവർ ഉണ്ടാകും. കൂടുതൽ ഫീമെയിൽ ഫ്ലവർ ഉണ്ടായാലോ കൂടുതൽ ഫ്രൂട്ട് ഉണ്ടായിക്കോളും. അപ്പൊ ഇൻക്രീസ് ഫീമെയിൽ ഫ്ലവർ ഇൻ കുക്കുംബർ. ഇതൊക്കെ എഥിലീന്റെ പണിയാ. എഥിലീൻ ഗ്യാസ് ആണല്ലോ മക്കളെ. ഈ എഥിലീൻ ഗ്യാസിനെ എടുത്ത് നിങ്ങൾ വെള്ളത്തിൽ കലർത്തുക. ഈ എഥിലീൻ ഗ്യാസ് കലർത്തി കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളത്തെ വിളിക്കുന്ന പേരാണ് എഥഫോൺ. എന്താ വിളിക്കുക പറ? എഥഫോൺ. എഥിലീൻ ഗ്യാസ് ചേർത്ത് ഇളക്കിയ വെള്ളം, എഥിലീൻ ഗ്യാസ് ലയിപ്പിച്ച വെള്ളം, അതിന്റെ പേരാണ് എഥഫോൺ. അപ്പൊ എന്താ എഥഫോൺ? അക്വസ് സൊല്യൂഷൻ ഓഫ് എഥിലീൻ. എഥിലീൻ ഗ്യാസ് ആണല്ലോ, അത് വെള്ളത്തിൽ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റുമ്പോൾ വിളിക്കുന്ന പേരാണ് എഥഫോൺ. അക്വസ് സൊല്യൂഷൻ ഓഫ് എഥിലീൻ. എഥിലീൻ ഗ്യാസിനെ എടുത്തിട്ട് വെള്ളത്തിൽ അങ്ങ് ചേർക്കുക, വെള്ളത്തിൽ അങ്ങ് കലർത്തുക. ആ കലർത്തി കഴിഞ്ഞാൽ ആ വെള്ളത്തെ എന്താ വിളിക്കുക? എഥഫോൺ. അക്വസ് സൊല്യൂഷൻ ഓഫ് എഥിലീൻ ഈസ് കോൾഡ് എഥഫോൺ. ഇത്രയാണ് മക്കളെ ഹോർമോണുകൾ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സകല പോയിന്റുകളും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മക്കൾ വൃത്തിക്ക് പഠിക്കുക. എനിക്കൊരു എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് മെൻഷൻ ചെയ്യണം. ഒരൊറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ എനിക്ക് ചോദിക്കുള്ളത്. ഒരു പ്ലാന്റ് ആട്ടോ, ഇത് പ്ലാന്റിന്റെ ഒരു പ്ലാന്റ് ഇങ്ങനെ വളരുക. ഈ ഭാഗത്തുനിന്ന് ലൈറ്റ് കിട്ടുന്നുണ്ട് ആ പ്ലാന്റിന്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയെന്നറിയാമോ? ആ പ്ലാന്റ് ലൈറ്റിന്റെ ഡയറക്ഷനിലേക്ക് വളഞ്ഞു. ആ ലൈറ്റിന്റെ ഡയറക്ഷനിലേക്ക് ആ പ്ലാന്റ് വളർന്നു. ഇതായിരുന്നു പ്ലാന്റ്. ഇവിടുന്ന് ലൈറ്റ് അടിച്ചു കൊടുത്തപ്പോൾ എന്താ? ആ ലൈറ്റിന്റെ ഡയറക്ഷനിലേക്ക് ആ പ്ലാന്റിന്റെ അറ്റം വളർന്നു. ഒന്നാമത്തെ ചോദ്യം, നെയിം ഓഫ് ദിസ് പ്രോസസ്. നെയിം ഓഫ് ദിസ് പ്രോസസ്. ഈ പ്രോസസ്സിന്റെ നെയിം, ഈ ലൈറ്റിന്റെ അടുത്തേക്ക് വളരുന്ന പ്രോസസ്സിന്റെ നെയിം എന്താ? ഇതിന് ഹെൽപ്പ് ചെയ്ത ഹോർമോൺ ഏതാ? ഇതിന് ഹെൽപ്പ് ചെയ്ത ഹോർമോൺ ഏതാണ്? ഒന്ന് കമന്റ് ചെയ്യണേ എല്ലാവരും. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഹോർമോണുകൾ. കുറേ നാളായിട്ട് ഹോർമോൺസ് ഇന്ന് ക്വസ്റ്റ്യൻ വരില്ല. ഈ വട്ടം വരുന്നുണ്ട്, ഈ വട്ടം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു പ്ലാന്റിന്റെ ഈ ഭാഗത്തും ലൈറ്റ് അടിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴോ ആ ഭാഗത്തേക്ക് പ്ലാന്റ് വളർന്ന് നിൽക്കുന്ന കണ്ടു. ഇങ്ങോട്ടേക്കല്ല, ഇങ്ങോട്ട്, ഇവിടെ നിന്നാണല്ലേ ലൈറ്റ്, അപ്പൊ ഇങ്ങോട്ടേക്ക് വളർന്നു. ഈ ലൈറ്റിന്റെ ഡയറക്ഷനിലേക്ക് പ്ലാന്റ് വളർന്ന പ്രോസസ്സിന്റെ പേരെന്താണ്? അങ്ങോട്ട് വളരാൻ സഹായിച്ച ഹോർമോൺ ഏതാണ്? ഇത് രണ്ടും ഒന്ന് മെൻഷൻ ചെയ്യാം. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെന്നും കൂടി പറയാം. മുഞ്ചാരകളെ മൊഞ്ചന്മാരെ മൊഞ്ചത്തുകളെ പഠിക്കണം, പഠിക്കണം, പഠിക്കണം. മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്. എന്താ സാറേ? എന്താ വാക്ക് സാറേ? പഠിച്ചേക്കണേടാ. ചുമ്മാതെ പറയുന്ന വാക്കല്ല. ഇറ്റ് ഈസ് ഫ്രം ദ ബോട്ടം ഓഫ് ഹാർട്ട്. പഠിച്ചേക്കണേ മക്കളെ. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടും പനിയെടുത്തിട്ടും തൊണ്ട പോയിട്ടുമൊക്കെയാ പറഞ്ഞു തരുന്നത്. ഇത് കേട്ടിരുന്ന ടീച്ചർ കൂടെ വിടല്ലേ, നോട്ട് എഴുതി മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. കൺഫ്യൂഷനാണ് ഹോർമോൺ സെക്ഷൻ. വീണ്ടും വീണ്ടും വായിച്ചാലേ മനസ്സിലാകൂ. നോട്ട് എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.